ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. ശനിയാഴ്ച ദിവസമാണ്, എല്ലാവരും ഒരു അവധി മൂഡിലേക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അപ്പൊ രാവിലെ എല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം. അതിഥിയുണ്ട്. അപ്പോൾ ഞാൻ എൽദോ പോൾ പുതുശ്ശേരി, ഞാൻ അശ്വതി. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിരവധി വാർത്തകളുള്ള ഈ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. ഇന്ന് ആ റിപ്പോർട്ട് ഇന്ന് കൈമാറും എന്ന് നമുക്ക് പറയാം, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും രാവിലെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാകും. അതെ, അപ്പൊ ഇന്നും ആ റിപ്പോർട്ട് കൈമാറും എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ ആദ്യം പോകാം. അതിനു മുമ്പ് ഒരു ആന കാട് കയറിയിട്ടുണ്ട്, അതിന്റെ വാർത്തകൾ കൂടി നമുക്ക് പോകണം. ഈ ആനപ്രേമികൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു പ്രമുഖനാണ്. സാധാരണ ആന കാട് ഇറങ്ങുമ്പോഴാണ് വാർത്തയാകുന്നതെങ്കിൽ ഇത് കാട് കയറിയപ്പോഴാണ് വാർത്തയായിരിക്കുന്നത്. കാരണം അത് നാട്ടാനയാണ്, ഷൂട്ടിങ്ങിനായി എത്തിയതാണ്. പറഞ്ഞോളൂ. വിജയ് ദേവരകൊണ്ടയുടെ സിനിമയാണ്. അതിന്റെ ഭൂതത്താങ്കട്ട്, അതായത് കോതമംഗലത്തോടത്തുള്ള ഭൂതത്താങ്കട്ടിലാണ്. അവിടെ ഈ വലിയൊരു തേക്ക് പ്ലാന്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചതുപ്പാണ്, അത് കഴിഞ്ഞിട്ട് ഉൾക്കാടാണ്. ഈ ആന തേക്ക് പ്ലാന്റേഷനിലേക്ക് ആദ്യം കയറി, അതിനുശേഷം ചതുപ്പിൽ പോയി, അപ്പുറത്തേക്കും പോയി. ഇപ്പൊ ഒരു തരത്തിലും കിട്ടുന്നില്ല. രണ്ടാന ഉണ്ടായിരുന്നു, ഒന്നിനെ തിരികെ കിട്ടി. പക്ഷെ സാധു അത്ര സാധു അല്ലേ. ശരി, അപ്പൊ എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോവാം മോർണിംഗ് വൈബ്സിൽ. എന്തായാലും ആദ്യം ഈ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും. DGPയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി കൈമാറുക. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു. CPI നേതൃത്വം ഉൾപ്പെടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. VV വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു റിപ്പോർട്ട് കൈമാറുന്നതും കാത്ത്. എന്താണെങ്കിലും ആ റിപ്പോർട്ട് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയാണ്. അപ്പോൾ ഇന്ന് കൈമാറും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നടപടിയും ഇതേ രീതിയിൽ തന്നെ ആകുമോ? ഇന്നുണ്ടാകും, നാളെ ഉണ്ടാകുമെന്ന് മറ്റിൽ പോകുമോ എന്നുള്ളതാണ് ആശങ്ക, സംശയം. എൽദോ, അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇരുവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നാളെ നീളെ എന്ന നിലയ്ക്ക് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ പോവുകയാണ്. 2 ദിവസം മുൻപാണ് ഇത് സമർപ്പിക്കേണ്ടിയിരുന്ന അവസാന ദിവസം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്ന ദിവസം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് 1 മാസം കാലയളവാണ് നൽകിയിട്ടുള്ളത്, ആ നിലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയം എന്ന കാര്യം. ഏതായിരുന്നാലും ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്നും സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീണ്ടേക്കും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. 2 ദിവസം മുൻപ് തന്നെ റിപ്പോർട്ട് പൂർത്തിയായി എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചത്. പക്ഷെ ഇതുവരെയും അത് കൈമാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കാലതാമസം എന്നതിൽ കാര്യമായ വ്യക്തതയുമില്ല. എന്തെങ്കിലും അവസാന കണ്ടെത്തലുകൾ അതിനുവേണ്ടി കാക്കുകയാണോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണമില്ല. ഏതായിരുന്നാലും റിപ്പോർട്ട് വൈകുകയാണ്. ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ കസേരയിൽ തുടരുകയും ചെയ്യുന്നു. CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ ഉണ്ടാക്കുന്ന ബഹളം അല്ലെങ്കിൽ അവരുടെ പരാതികൾ അതെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞങ്ങ് പോവുകയാണ്. അല്ലാതെ കാര്യമായ മറ്റ് നടപടികളോ അജിത് കുമാറിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. റിപ്പോർട്ടാകട്ടെ ഈ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വരാത്ത ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയിലേക്ക് നീങ്ങും. തിങ്കളാഴ്ച തുടക്കത്തിൽ തന്നെ തിങ്കളാഴ്ച സഭ വീണ്ടും ചേരുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഈ ചരമോപചാരം അർപ്പിച്ച് നിയമസഭ പിരിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ റിപ്പോർട്ടിന്മേൽ നടപടി എന്ന കാര്യം മുഖ്യമന്ത്രി വീണ്ടും സഭയിൽ ആവർത്തിച്ചാൽ, കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞത് അങ്ങനെയെങ്കിൽ CPIക്ക് അവരുടെ നിലപാട് നിയമസഭയിലും എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും എന്നതാണ്. അതായത് ഒരു ഐക്യമില്ലായ്മ, ഇടതുമുന്നണിയിൽ തന്നെ ഉള്ള അഭിപ്രായ വ്യത്യാസം സഭയിൽ വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം റിപ്പോർട്ട് വന്ന ശേഷം എന്തെങ്കിലും നടപടി ആവശ്യമെങ്കിൽ എടുക്കാം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ ചൊല്ലി സഭയിൽ വലിയ കോലാഹലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ CPI ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം പ്രതിപക്ഷ ബഹളം ഉണ്ടായാൽ സ്വാഭാവികമായും ഇടതുപക്ഷം സർക്കാരിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ ഭരണ അംഗങ്ങളും ട്രഷറി ബെഞ്ച് ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. കാരണം CPIയുടെ ആവശ്യത്തിന് മുകളിലേക്ക് ഒരു ADGP പോകുന്നു. ഭരണത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPIക്ക് മുകളിലേക്ക് ഒരു ADGP നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി ആകട്ടെ ADGPയെ തൊട്ടുകളിക്കാനുള്ള ഒരു നടപടിയിലേക്കും ഇതുവരെ പോയിട്ടുമില്ല.
അതാണ് വിനോദ്, ഈ സമയം പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുനയ നീക്കം തന്നെയാണ് ഇതുവരെയും CPM അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. പക്ഷെ കാത്തിരിക്കാം, ധൃതി വേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. പക്ഷെ വിനോദ് പറഞ്ഞതുപോലെ നിയമസഭയിലടക്കം ഇതിനെതിരായി അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് ആവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടൽ സാധ്യതയൊന്നും നമ്മൾ കാണേണ്ടതില്ല അല്ലെ? അങ്ങനെ അതിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ അനുനയിപ്പിച്ചിട്ടുണ്ട് മുന്നണിക്കകത്ത് കാര്യങ്ങൾ എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അനുനയ നീക്കങ്ങളുണ്ട്, റിപ്പോർട്ട് വരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ വാദമുണ്ട്. അതെല്ലാം തന്നെ അംഗീകരിച്ച് തന്നെയാണ് കാത്തിരിക്കുന്നത്. മാത്രമല്ല ബിനോയ് വിശ്വം പറയുന്ന വാക്കുകൾ ഈ ADGP മാറ്റുന്നതിന് മുഹൂർത്തം കുറിച്ചിട്ടില്ല CPI. കാര്യങ്ങൾ വരട്ടെ എന്ന നിലയ്ക്ക് തന്നെയാണ്. പക്ഷെ നിയമസഭയിലേക്ക് കാര്യങ്ങൾ വരികയും റിപ്പോർട്ട് അതിനു മുൻപ് എത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ CPI എടുക്കേണ്ട നിലപാട് അത് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. നിയമസഭയിൽ CPIയുടേതായ നിലപാടെടുക്കും എന്നത് വരുമ്പോൾ ഈ കാര്യത്തിൽ പ്രതിരോധം CPM ഒറ്റയ്ക്ക് തീർക്കേണ്ടി വരും എന്നത് തന്നെയാണ് ആ വരികൾക്കിടയിലുള്ളത്. ആ നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമോ എന്നതാണ് പ്രധാനമായും. ഈ റിപ്പോർട്ട് 1 മാസ കാലയളവിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ DGPയുടെ അന്വേഷണം, ഇന്റലിജൻസ് ADGP, ക്രൈംബ്രാഞ്ച് ADGP എന്നിവരെ ഉൾപ്പെടുത്തി 3 തരത്തിലുള്ള അന്വേഷണമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുതന്നെ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വാദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമോ എന്ന ചിന്തയും CPI അടക്കമുള്ള കക്ഷികൾക്കുണ്ട്. CPI മാത്രമല്ല RJDയും NCPയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ LDFിനുള്ളിൽ ഈ ADGPയുടെ ചെയ്തികൾ സംബന്ധിച്ച് എതിർ സ്വരം ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. എന്തിന് ഊഴം വെച്ച് കണ്ടു എന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. 10 ദിവസത്തെ ഇടവേളകളിലായിരുന്നു ഈ കൂടിക്കാഴ്ച. RSS നേതാവ് ജയകുമാർ അദ്ദേഹമാകട്ടെ ഈ കൂടിക്കാഴ്ച ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയും ഇതുവരെ ഈ കൂടിക്കാഴ്ചയെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് പോയില്ല എന്നത് മാത്രമല്ല, സ്പീക്കർ AN ഷംസീർ ആകട്ടെ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്, അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുന്ന ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇത്രയും പ്രത്യക്ഷമായി പിന്തുണച്ച മറ്റൊരു CPM നേതാവില്ല, മറ്റുള്ളവരെല്ലാം തന്നെ പരിശോധിക്കട്ടെ എന്ന നിലയിലേക്ക് പോകുമ്പോൾ ADGPയെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി പരസ്യമായി സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്, പൊടുന്നനെ മാറ്റാൻ കഴിയില്ല, അന്വേഷണം നടക്കുന്നുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇതൊരു ഉദ്യോഗസ്ഥ തല കാര്യമല്ല എന്നാണ് പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ വിഷയമാണ്, അതുകൊണ്ട് തന്നെ മറ്റ് രണ്ടാമതൊരു പരിശോധന പോലും ആവശ്യമില്ല. DGPക്ക് ADGP നൽകിയ മൊഴിയുണ്ട്, അതിൽ DGPയും തൃപ്തനല്ല. കാരണം അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തായിരുന്നു ഈ സന്ദർശനോദ്ദേശം എന്ന കാര്യം ചോദിക്കുമ്പോൾ അത് സ്വകാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ചട്ടലംഘനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് നടപടി നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു. മറ്റു വിഷയങ്ങളിൽ പരിശോധന നടത്തും പോലെ അല്ല RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യമായി. അതെ, വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരുപാട് സാഹചര്യം മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് മുന്നണിയിലും. ഒപ്പം ഈ ജനങ്ങളോട് പ്രവർത്തകർക്കിടയിൽ എന്ത് പറയണം എന്നുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറും. അത് വിനോദ് സൂചിപ്പിച്ച പോലെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നും കൈമാറുമോ എന്നുള്ളൊരു സംശയമുണ്ട്. തിങ്കളാഴ്ചയിലേക്ക് നീളുമോ എന്നുള്ളതും നമുക്ക് ഉറ്റുനോക്കുകയാണ്. അതെ, അതേസമയം പ്രതിപക്ഷം സമരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി 1500 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നത് അടക്കമുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷം അത് സമരത്തിലേക്ക് തന്നെ നീങ്ങുന്നു, സംസ്ഥാന വ്യാപക ക്യാമ്പയിന് തുടക്കമാകുന്നു. ഏത് രീതിയിലാണ് അവരുടെ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് അവർ സമരപരിപാടികളടക്കമായിട്ട് മുന്നോട്ട് പോകുക. പ്രധാനമായും തന്നെ ഇത് ഒരു വലിയ വിഷയമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഏതാണ്ട് 1500 കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ രീതിയിലുള്ളൊരു വിശദീകരണ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പ്രധാനമായും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥയും അഴിമതിയും എല്ലാം തന്നെയാണ് ആരോപിക്കുന്നത്.
അത് തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയാണ് ഈ പരിപാടികൾക്ക് ഉദ്ഘാടകരായി എത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസം ഏതാണ്ട് 20 ദിവസത്തോളം 20-ാം തീയതി വരെയും തുടർച്ചയായ ഒരു പ്രചാരണ പരിപാടി പ്രതിഷേധ പരിപാടികളടക്കം ആസൂത്രണം ചെയ്യുകയാണ്. ഈ രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ എന്താണ് സംസ്ഥാനത്ത് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക, ജനങ്ങളോട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രവർത്തകരിലേക്ക് പ്രധാനമായും തന്നെ എത്തിച്ചുകൊണ്ട് വലിയ സമര പരിപാടികളിലേക്ക് നീങ്ങുക എന്നതാണ്. നമുക്കറിയാം നിയമസഭാ സമ്മേളന കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തകരിലേക്ക് എത്തിച്ചുകൊണ്ട് അതൊരു പ്രക്ഷോഭമായി മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പല പ്രവർത്തനങ്ങൾ അത് മാഫിയ ബന്ധം വരെ അതിലുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒപ്പം തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി കൃത്യമായ ആസൂത്രണം അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ഈ രീതിയിലേക്ക് വന്നത്. ഇത് RSS മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ ഒരു ചർച്ച ഇക്കാര്യങ്ങളിൽ ഉണ്ടായി. അതായത് ADGPയുമായി ബന്ധപ്പെട്ടത് ഇത്തരമൊരു ചർച്ചകൾക്ക് എല്ലാം തന്നെ വേണ്ടിയാണ്. അങ്ങനെ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി മാഫിയകളുടെ ഒരു സംരക്ഷകനായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു പൊതുവിഷയങ്ങൾ ക്രമസമാധാന പ്രശ്നം തൊട്ട് വിലക്കയറ്റം വരെയുള്ള വലിയ ഈ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ യോഗങ്ങളിലുമെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സമരം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവും ശ്രദ്ധേയമാണ്. കാരണം നിയമസഭാ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ സ്വരം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആ രീതിയിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ അത്രയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും പ്രതിഷേധത്തിനുള്ള സമയമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക്. കാരണം ഒരുപാട് ആയുധങ്ങളുണ്ട്. സഭാ സമ്മേളനത്തിലും ഈ പറയുന്ന പോലെ വലിയ തോതിൽ ചർച്ചയാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ സൈബർ ആക്രമണത്തിൽ അർജുൻ്റെ കുടുംബം നൽകിയ കേസിൽ നിന്ന് ലോറി ഉടമ മനാഫിനെ ഒഴിവാക്കിയേക്കും. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല. ഇതോടെയാണ് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഈ മനാഫിനെ എതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ മുതൽ ഒരുപക്ഷെ വലിയ തോതിൽ എല്ലാവരും ഉറ്റുനോക്കിയതാണ് എന്താണ് ഇത്തരമൊരു സാഹചര്യം എന്നുള്ളത്. ഈ പോലീസിന്റെ മൊഴിയെടുക്കൽ കുടുംബം പൂർണ്ണമായും മനാഫിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും ഇന്നലെ പോലീസ് കേസെടുത്തപ്പോൾ മുതൽ ഒരു സംശയമുണ്ടായിരുന്നു. ഏതു തരത്തിലാണ് മനാഫ് വർഗീയ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് എന്ന് സംബന്ധിച്ചു. ഒപ്പം മനാഫും ഇക്കാര്യം പറഞ്ഞിരുന്നു. സമൂഹത്തിലെ ഭിന്നതകൾ ഒഴിവാക്കുന്നതിനായി ആ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത്തരത്തിൽ എന്തുകൊണ്ട് കേസ് വന്നതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. എന്തായാലും കേസെടുത്തതിന് പിന്നാലെ ഈ അർജുന്റെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ മനാഫിനെതിരെ എന്തെങ്കിലും പരാതികൾ തങ്ങൾക്കുള്ളതായി ആ കുടുംബം പറഞ്ഞിട്ടില്ല. മനാഫിന്റെ യൂട്യൂബ് പേജിൽ ചെയ്തിരിക്കുന്ന വീഡിയോകൾക്ക് താഴെയാണ് വളരെ രൂക്ഷമായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളതെന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് മനാഫിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു നിഗമനമുണ്ട്. കാരണം ഒരാളുടെ യൂട്യൂബ് പേജിന്റെ താഴെ മോശമായ കമന്റുകൾ വരുമ്പോൾ ആ യൂട്യൂബ് പേജിന്റെ ഉടമയ്ക്ക് എങ്ങനെയാണ് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുക എന്നൊരു ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മനാഫിനെ ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഇന്നലെ മനാഫിന്റെ യൂട്യൂബ് പേജും മറ്റു സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഒക്കെ പോലീസ് വളരെ വിശദമായി പരിശോധിച്ചെങ്കിലും മനാഫ് നേരിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറിച്ച് മനാഫിന്റെ വീഡിയോകൾക്ക് താഴെ പലരും പല രീതിയിലുള്ള കമന്റുകളും ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ചില പേജുകളിൽ നിന്നും ഒപ്പം യൂട്യൂബർമാരിൽ നിന്നുമൊക്കെ ചില മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. ചില ഇടങ്ങളിൽ കമന്റുകൾ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ വിങ് വളരെ വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൽദോ.
അനീഷ്, ഈ മനാഫിന്റെ പിന്നീടുണ്ടായിരുന്ന കുടുംബത്തിന്റെ പത്രസമ്മേളനത്തിന് പിന്നീട് അതിന് തുടർന്നുണ്ടായിരുന്ന വാർത്താ സമ്മേളനം മറുപടിയായി അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിൽ ഈ കുടുംബം ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലുമുള്ള മറുപടി മനാഫിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. പോലീസ് കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകരുത് എന്നുള്ള കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അപ്പം മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ഇവിടെ അവസാനിക്കണം അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നല്ലോ അല്ലെ. മനാഫ് ആ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണല്ലോ അല്ലെ അനീഷ്? തീർച്ചയായും ഈ കുടുംബം ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി മനാഫിന്റെ പക്കലുണ്ടായിരുന്നു. ഒരുപക്ഷെ മനാഫിന്റെ പെരുമാറ്റം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കാരണം അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹം വാഹനത്തിന് അർജുന്റെ പേരിടാൻ വരുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ധനസഹായം ലഭിക്കുന്നത് കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് കരുതി അക്കൗണ്ട് നമ്പർ വാങ്ങുകയെന്ന് പറയുമ്പോൾ ഇതൊക്കെ കുടുംബത്തിന് തീർച്ചയായും തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം വളരെ വൈകാരികമായി പെരുമാറുന്ന ഒരാളാണ് മനാഫ്. പലപ്പോഴും നമ്മൾ ശിരൂർ മുതൽ കണ്ടതാണ്. പലപ്പോഴും പോലീസുകാരോട് കലയ്ക്കുക അല്ലെങ്കിൽ പോലീസുകാരുടെ നിന്നും തല്ലു വാങ്ങുക എന്ന രീതിയിലേക്ക് പോലും അമിത വൈകാരികത കാണിക്കുന്ന ഒരാളാണ്. അത്തരമൊരു വൈകാരികത തനിക്കുണ്ടെന്നും അത് തന്റെ ഒരു സ്വഭാവമാണ്. ആ വൈകാരികത കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതായത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് മുറിവേക്കാൻ പര്യാപ്തമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫിന്റെ പെരുമാറ്റത്തിന് ചില പ്രശ്നങ്ങളും സതുദ്ദേശത്തോടുകൂടി ചെയ്യാൻ ശ്രമിച്ച ചില കാര്യങ്ങളും കുടുംബത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കിയെന്നതും വാസ്തവമാണ്. മനാഫും അത് പറയുന്നുണ്ട്. എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താവാം കുടുംബം ഇത്തരത്തിൽ തനിക്കെതിരെ രംഗത്തെത്തിയെന്ന്. എന്തായാലും അത് ഏതാണ്ട് ആ അർത്ഥത്തിൽ ശരിയാണ് എന്നാണ് നമുക്ക് തോന്നുകയും ചെയ്യുന്നത്. രണ്ട് വിഭാഗത്തെയും കുറ്റപ്പെടുത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി അല്ലെങ്കിൽ ഉടലെടുത്തു എന്നതാണ് സത്യം. അത് മനസ്സിലാക്കി ആണ് മനാഫ് ആ കുടുംബത്തോട് മാപ്പ് പറഞ്ഞത്. ആ കുടുംബവും ആ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രശ്നം, ഈ കേസ് ഒരുപക്ഷെ ഒഴിവാക്കുന്നതിലൂടെയൊക്കെ അവസാനിക്കുമെന്ന് നമ്മൾ കരുതാം. കാരണം ആദ്യം വാർത്താ സമ്മേളനം വരുത്തിയ പരിക്കുകൾ നമ്മൾ വിലയിരുത്താൻ പോലും ആവാത്തതായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് വീണ്ടും മനാഫിനെതിരെ കേസ് കൊടുക്കുന്നു, മനാഫിനെതിരെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മനാഫിനെ ഒഴിവാക്കിയേക്കാം എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മനാഫ് വർഗീയ സ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകൾ നേരിട്ട് നടത്തിയിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജ് വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വസ്തുതയുള്ള മുറിവുകൾ ഉണങ്ങുകയും ശരിയായ രീതിയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇരു വിഭാഗവും അവരവരുടെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും എന്ന് നമുക്ക് കരുതാം. അശ്വതി, അനീഷ്, ഒറ്റയ്ക്കൊരു കാര്യം കൂടി. ശരിക്കും ഇപ്പോൾ ആദ്യ പരാതിയിൽ മനാഫിന്റെ പേരുണ്ടായിരുന്നു. ഇവർ നൽകിയ പരാതിയിൽ മനാഫ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. മനാഫ് എന്നുള്ള പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞ കാര്യം. മനാഫിന്റെ യൂട്യൂബ് പേജിലൂടെ വന്ന വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകൾ എന്ന രീതിയിലായിരുന്നു. അതായത് വ്യക്തിപരമായിട്ടായിരുന്നില്ല. വ്യക്തിപരമായിരുന്നില്ല. യൂട്യൂബ്, അതായത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ വന്ന കമന്റുകൾ. അപ്പോൾ ന്യായമായും പോലീസ് മനാഫിന്റെ പേര് കാണുകയും മനാഫിന്റെ യൂട്യൂബ് വീഡിയോ സംബന്ധിച്ചുള്ള പരാമർശം കാണുകയും ചെയ്തപ്പോഴാണ് മനാഫിനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. അതിനുശേഷം വിശദമായ പരിശോധന നടത്തുകയും യൂട്യൂബ് പേജുകൾക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് ഇത്തരത്തിൽ സ്പർദ്ധ വളർത്തുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളായാലും ഒരു വാർത്ത സംപ്രേഷണം ചെയ്താൽ ചില സമയങ്ങളിൽ നമുക്ക് നോട്ടീസ് അയക്കാറുണ്ട്, നമുക്ക് കേസെടുക്കുന്ന സാഹചര്യമൊക്കെ എന്ന് പറയുന്ന പോലെ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം മനാഫിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് കേസെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം വൈകാതെ ഈ വിഷയത്തിൽ എത്തിയേക്കും. അല്ലെങ്കിൽ അവർ ആ കേസ് എഴുതി തള്ളുപോയെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം പറഞ്ഞേക്കും. ഇപ്പോൾ കേസ് ഒഴിവാക്കിയേക്കാം എന്ന് തന്നെയാണ് നൽകുന്ന വിവരം. ശരി ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് മനാഫിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി ഇന്നാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന K സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കണം? കാരണം K സുരേന്ദ്രന് വളരെ നിർണായകമാണല്ലോ ഈ വിധി. തീർച്ചയായും എൽദോ, K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണിന്ന്. കാരണം ഈ കേസിൽ വിടുതൽ ഹർജിയിലെ വിധിയാണ് ഇന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, അതായത് 5 പ്രതികളാണ് K സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിലുള്ളത്.
ഈ 5 പേരും ചേർന്നാണ് ഇത്തരത്തിൽ വിടുതൽ ഹർജി, അതായത് കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് ആരോപിച്ചായിരുന്നു സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു വിടുതൽ ഹർജി നൽകിയത്. 2023 സെപ്റ്റംബറിൽ നൽകിയ ആ ഒരു ഹർജിയിൽ വാദം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം വിധി പറയാൻ വെച്ചിരുന്നെങ്കിലും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേരും ഹർജിക്കാരും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം കോടതി വെക്കുകയായിരുന്നു. അതേ തുടർന്നായിരുന്നു ഇന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേരും കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ഹാജരാവുക. എന്തായാലും ഇതിൽ 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ കേസ് പൂർണ്ണമായും, അതായത് 5 പേരെയും കുറ്റവിമുക്തരാക്കും. അതല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പുള്ളത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമമാണ്. ആ നിയമം എടുത്തു കളയണമെന്നൊരു ആവശ്യം കൂടി ഈ വിടുതൽ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ഇതിൽ നിൽക്കില്ല എന്ന് കണ്ട് അത് എഴുതി തള്ളും. അതല്ലെങ്കിൽ ഈ കേസ് ഈ ഹർജി തള്ളി ഈ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി എന്തായാലും ഉത്തരവിടും. ഇത് 3 ഏതായാലും നിർണായകമാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമാണിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പത്രിക പിൻവലിച്ചു എന്നതാണ് ഈ കേസ്. ആ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. ഏതായാലും അഡ്വക്കേറ്റ് C ശുക്കൂറാണ് ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സുരേന്ദ്രന്റെ അഭിഭാഷകരായി ഹരിയും അതുപോലെ തന്നെ KS ശ്രീകാന്തും ഉൾപ്പെടെ 5ഓളം അഭിഭാഷകരാണ് സുരേന്ദ്രന് വേണ്ടി ഹാജരായത്. ഇതിൽ സുരേന്ദ്രന് ജാമ്യം എടുക്കാൻ വൈകിയതും പിന്നീട് സുരേന്ദ്രൻ നേരിട്ടെത്തി ജാമ്യം എടുക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ വാർത്തകളായിരുന്നു. എന്തായാലും സുരേന്ദ്രൻ ഇന്ന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നുണ്ട്. ഈ കേസിൽ 12 മണിയോടുകൂടി തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. എൽദോ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 12 മണിയോടെ നമുക്ക് ആ വാർത്തയിലേക്ക് കൂടുതൽ പോകാം എന്ന് തോന്നുന്നു. റൈറ്റ്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് പോകണം അല്ലേ? നവരാത്രി ദിനങ്ങളാണ് വരാൻ പോകുന്നത് അല്ലേ? അതെ, നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് ഗുരുവായൂരിലെ ബ്രാഹ്മണ സമൂഹം. കിഴക്കേനട ശങ്കരനിലയത്തിന് സമീപം ധർമ്മശാസ്ത്ര സന്നിധിയിലും തെക്കേ ബ്രാഹ്മണ സമൂഹ മഠത്തിലുമാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. നവരാത്രി ആഘോഷത്തിലാണ് നാട്. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലു വയ്ക്കൽ. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ, പുരാണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, യാഗങ്ങൾ, കൃഷ്ണലീല, ഗുരുകുല വിദ്യാഭ്യാസം, ഉപനയനം തുടങ്ങിയവയെല്ലാം ശില്പരൂപത്തിൽ കാണികൾക്ക് മുന്നിലെത്തുന്നു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ലളിത ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. അംഗങ്ങളായ പ്രേമ കാക്കശ്ശേരി, ബേബി വീരരാഘവൻ, ലതാകൃഷ്ണൻ, രാജമാമി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇനി നവമി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിവേദ്യവും താമ്പൂല വിതരണവും ലളിതാ സഹസ്രനാമം ഭക്തി ഗാനാലാപവും ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നവരാത്രി ആരംഭം. അന്ന് തൊട്ട് 10 ദിവസം എല്ലാ സ്ത്രീകളും ചേർന്നിട്ട് ഇവിടെ വന്ന് ബൊമ്മക്കൊലു ഭംഗിയായിട്ടും ഈ പ്രാവശ്യം അതിഗംഭീരമായിട്ടും ഒരുക്കി നമ്മൾ കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷം ഞങ്ങൾ അവിടെ തെക്കേ സമൂഹത്തിൽ സിംഹനാഥ ഭഗവതിയുടെ നടയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അവിടെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി അവിടെ എല്ലാം പൊളിച്ച കാരണം ഇപ്പം ഞങ്ങൾ ഇന്ന് കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ദുർഗാഷ്ടമി ദിവസം മുതൽ 3 ദിവസം തെക്കേ സമൂഹ മഠത്തിൽ സിംഹനാഥ ഭഗവതി സന്നിധിയിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, ഗ്രന്ഥപൂജ എന്നിവയുണ്ടാകും. വളരെയധികം ആഘോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട എല്ലാ മഹിളകളും ഇവിടെ വന്ന് ഭഗവതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയും തിരുനാമങ്ങളൊക്കെ കീർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ സമൂഹ മഠത്തിലെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. പ്രദർശനത്തിന് വേണ്ടി മാത്രമല്ലെന്നും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് കൂടിയാണ് ബൊമ്മക്കൊലു ആചാരം നടത്തുന്നത്. മഹാനവമി ദിനത്തിൽ ശങ്കരനിലയം കിഴക്കേ സമൂഹ മഠത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദമ്പതി പൂജ, സുഹാസിനി പൂജ, ബ്രഹ്മചാരി പൂജ, കന്യക പൂജ, തുടർന്ന് 13-ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കിയിലെ ഹൈറേഞ്ചിന്റെ കുത്തകയാണ് തേയില കൃഷി. നമ്മൾ ഈ ഹൈറേഞ്ചിലേക്ക് ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് പരസ്യവാചകമുണ്ട്. അപ്പോൾ ആ കൃഷി ലോ റേഞ്ചിലും വിളയിക്കും എന്നതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ഒരു കർഷകൻ. തൊടുപുഴയ്ക്കടുത്ത് ഉപ്പുകുന്ന് സ്വദേശി ദിവാകരനാണ് ഏക്കർ കണക്കിന് തേയില കൃഷി അത് വിജയകരമായി നടത്തിയത്. പക്ഷേ ഈ തേയില കർഷകർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കർഷകനുണ്ട്.
ലോ റേഞ്ച് പ്രദേശമായ ഉപ്പുകുന്നിൽ 3 പതിറ്റാണ്ടായി ദിവാകരൻ തേയില കൃഷി തുടങ്ങിയിട്ട്. തേയില കൃഷി തുടങ്ങാൻ ടീ ബോർഡ് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച ക്ലാസിൽ പങ്കെടുത്തതിനു പിന്നാലെയാണ് ദിവാകരൻ തന്റെ 2.5 ഏക്കർ സ്ഥലത്ത് തേയില നട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് സാധാരണ തേയില കൃഷി ചെയ്യാറ്. എന്നാൽ 1900 അടി ഉയരത്തിലുള്ള തന്റെ സ്ഥലത്തും ഇദ്ദേഹം തേയില നട്ടുപിടിപ്പിക്കുകയായിരുന്നു. രാപ്പകൽ നീണ്ട കഠിനാധ്വാനം, പച്ചപ്പ് നിറഞ്ഞ തോട്ടവും മികച്ച വിളവും വരുമാനവുമായിരുന്നു എല്ലാത്തിനുമുള്ള മറുപടി. 1700 അടി ഉയരത്തിൽ തേയില വെക്കാൻ പറ്റിയത് ഇനം എന്ന് പറയുന്നത് ഉപാസി 9 എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ കൂനൂർ എന്ന സ്ഥലത്തു നിന്നും അന്വേഷണത്തിൽ അവിടെ തൈ ഉണ്ടെന്നറിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരു 11,000 തൈ ഇവിടെ കൊണ്ട് നടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, കാരണം ഇത്രയും കുഴിയെടുക്കണം, അത് നടണം, അതിൻ്റേതായുള്ള മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യണം. ആ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നമുക്ക്. ജൈവ കൃഷിയായതിനാൽ കൊളുന്ത് ചോദിച്ച് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ അതേ വില തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്ന പരാതിയും ഈ കർഷകരുണ്ട്. 10-25 വർഷം മുമ്പ് കിട്ടുന്ന വില 12 രൂപ 14 രൂപ കഷ്ടിച്ച് കിട്ടുകയാണെങ്കിലും 26 വർഷം ആയിട്ട് ഇപ്പോഴും 15 രൂപ, ചിലപ്പോൾ 20 രൂപ ഒരു കിലോയ്ക്ക് കിട്ടുള്ളൂ. പണിക്കൂലിയൊക്കെ 3-4 ഇരട്ടിയൊക്കെ വർദ്ധിച്ചെങ്കിലും ഇത് എടുത്തു കൊണ്ടുപോയി നമ്മൾ ഇത്തിരി അകലെ ഫാക്ടറി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ദിവാകരൻ ഇപ്പോൾ തേയില പൊടിയാക്കുന്നതിന് പകരം പച്ചക്കൊളുന്ത് പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് 18 ഇടുക്കി. നമ്മളിനി ദേശീയ വാർത്തകളിലേക്ക് പോകാം. ദേശീയ വാർത്തകളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഹരിയാന തെരഞ്ഞെടുപ്പാണ്, ഒപ്പം എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് ദേശീയ തലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അയൽദു അശ്വതി, ഗുഡ് മോർണിംഗ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏതായാലും ആരംഭിച്ചിരിക്കുകയാണ്. കാരണം 1.5 മാസത്തിലധികം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് ഇപ്പോൾ ഹരിയാന പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. 90 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജമ്മു കശ്മീരിലേതും ഒപ്പം തന്നെ ഹരിയാനയിലെയും. ജമ്മു കശ്മീരിൽ ഇപ്പോൾ 3 ഘട്ടമായി വോട്ടെടുപ്പ് ഏതായാലും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹരിയാന ഏതായാലും ഇന്ന് വിധി എഴുതുകയാണ്. ഒറ്റഘട്ടമായി 90 മണ്ഡലങ്ങൾ. ഏതായാലും ഹരിയാനയിൽ BJP ലക്ഷ്യമിടുന്നത് തുടർച്ചയായ 3ാം ഭരണമാണ്. 2014 മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹരിയാന BJP ആദ്യമായി ഭരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസിനാകട്ടെ തുടർച്ചയായി 15 വർഷം കോൺഗ്രസ് അവിടെ ഭരിച്ചിരുന്നു. 15 വർഷം ഭൂപീന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ 2014 ഭരണം പോയി. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒറ്റ സീറ്റ് പോലും 2019 ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് 5 സീറ്റുകളിൽ 10ൽ 5 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. അതുതന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നത്. ഒപ്പം ഭരണവിരുദ്ധ വികാരം നേട്ടമാകുമെന്ന കണക്കൂട്ടൽ കൂടി കോൺഗ്രസിനുണ്ട്. ഏതായാലും തെലങ്കാനയിലും കർണാടകത്തിലുമൊക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പോലെ 7 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്ന പദ്ധതി, ഒപ്പം തന്നെ അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. BJP ആകട്ടെ വികസനമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ ജാതി സമവാക്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രചാരണം BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാട്ട് വിഭാഗത്തിന് സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ജാട്ടിതര മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നുകൊണ്ട് ജാട്ടുകളല്ലാത്തവരെ ഒപ്പം നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ പരീക്ഷണം അവിടെ BJP നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തവണയും അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാതി സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധി ഫാക്ടർ അടക്കം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഗുസ്തി താരങ്ങൾ ഏറെയുള്ള നാടാണ് ഹരിയാന. വിനേഷ് ഫോഗട്ട് അടക്കമുള്ളവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു. അപ്പോൾ ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ വിഷയം അടക്കം ഹരിയാനയിലെ രാഷ്ട്രീയ വേദിയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. ഒപ്പം കർഷക പ്രക്ഷോഭം അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾ, വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനവിധിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസും BJPയും മാത്രമല്ല മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സർക്കാർ ഉണ്ടാക്കുന്നതിൽ BJPക്കൊപ്പം നിന്ന പാർട്ടിയാണ് JJP. 4.5 വർഷക്കാലം അവർ ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു.
ജാട്ടുകൾക്കിടയിൽ സ്വാധീനമുള്ള JJP, ഒപ്പം തന്നെ INLD തുടങ്ങിയ പാർട്ടികളുടെ പിടിക്കുന്ന വോട്ടുകൾ, ഒപ്പം കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയും പിന്നീട് മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്ത ആം ആദ്മി പാർട്ടി. അപ്പോൾ ഈ കക്ഷികളൊക്കെ പിടിക്കുന്ന വോട്ടുകൾ ഏതായാലും ജനവിധിയിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന 50 സീറ്റുകൾ BJP നേടി അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. റൈറ്റ്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അതിന്റെ ദിവസമാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളിനി ആദ്യം പറഞ്ഞ അതിഥിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പൊതുപ്രവർത്തകയായ ലതിക സുഭാഷ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ പാചക വിദഗ്ധയായ ലതിക സുഭാഷിനെയാണ് നമ്മൾ ഇന്നിനി കൂടുതൽ അറിയാൻ പോകുന്നത്, അല്ലേ എൽദോ? അതെ, കോട്ടയത്താർക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു പേരാണ് ഇപ്പോൾ ലതികാസ് കിച്ചൺ. പറഞ്ഞു വരുന്നത് നമ്മുടെ NCP നേതാവ്, NCP ഉപാധ്യക്ഷയായിട്ടുള്ള ലതിക സുഭാഷിന്റെ പുതിയ സംരംഭത്തെക്കുറിച്ചാണ്. ലതികാസ് കിച്ചൺ എന്നാണ് അതിന്റെ പേര്. ഇതേക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, നേരിട്ട് ലതിക സുഭാഷ് തന്നെ പറയും. ഗുഡ് മോർണിംഗ് മാം. വെരി ഗുഡ് മോർണിംഗ് മാം. വെരി ഗുഡ് മോർണിംഗ് അശ്വതി, എൽദോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങൾ ലതികാസ് കിച്ചനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. പക്ഷെ അതിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി താങ്കളുടെ വാക്കുകളിൽ നിന്ന് അത് അറിയണമെന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ നാടെങ്കും കേട്ടോണ്ടിരിക്കുകയാണ് ലതികാസ് കിച്ചൺ എന്ന് പറയുമ്പോ. അപ്പോ അടുക്കള അത്ര മോശം കാര്യമല്ല, അല്ലെ? ബാക്ക് ടു അടുക്കള എന്നുള്ളതാണ് നമ്മള്. ഒരിക്കലും അല്ലല്ലോ. അതെ അതെ അതെ. നമുക്കിപ്പോ പുരുഷന്മാരുൾപ്പെടെ അടുക്കളയിൽ സജീവമാകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം നല്ല ഭക്ഷണം കഴിക്കാൻ, ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കുക എന്നുള്ളതല്ല, കഴിക്കുന്നത് നല്ല ഭക്ഷണമാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാരണം ഇന്ന് മായം ചേർന്ന ഒരുപാട് ഭക്ഷണങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹോം മെയ്ഡ് ഭക്ഷണത്തെ ആഗ്രഹിക്കുന്നു, അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അമ്മയെ ഓർക്കുന്നത്. അമ്മ വെച്ച് തന്ന ചോറും ചമ്മന്തിയും, അമ്മ വെച്ച് തന്ന ദോശയും ചമ്മന്തിയും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന നോൺ വെജ് കഴിക്കുന്നവർ വിചാരിക്കും അമ്മ വെക്കുന്ന ഇറച്ചിക്കറി, മീൻകറി, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇന്ന് നമുക്കറിയാം, ഓൺലൈനിൽ ഭക്ഷണം വരുത്തി കഴിക്കുന്ന യുവതലമുറയുടെ ഒരു കാലഘട്ടമാണിത്. എങ്കിൽ പോലും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഉറപ്പായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം. അത് ഏറ്റവും ഈ പറഞ്ഞ പോലെ അമ്മ തരുന്ന പോലെ മായമില്ലാതെ കിട്ടുക എന്നുള്ളതാണ്. ലതിക മാം, ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി, ഇതിനിടയിൽ ഈ പാചകത്തിനൊക്കെ സമയം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പൊതുപ്രവർത്തകയായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മ എപ്പോഴും അമ്മയുടെ കൂടെ നിൽക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാൻ 91 ജില്ലാ കൗൺസിൽ അംഗമായിരിക്കുമ്പോൾ എന്നെ വിവാഹം ചെയ്തത് എറണാകുളം ജില്ലാ കൗൺസിൽ അംഗം ശ്രീ KR സുഭാഷാണ്. രണ്ടുപേരും സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്ത ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ വിവാഹം 92. വീണ്ടും 95-ലും 2000-ലും ഞാനും ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്ത് നിന്ന് ജയിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ അവിടെ പൈപ്പിനിൽ ഇളങ്ങുന്നപ്പുഴയെന്നും പള്ളിപ്പുറത്തൊന്നും മാറി മാറി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു. 2000-ൽ ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. സുഭാഷ് ചേട്ടൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി. അതിനുശേഷം നമുക്കറിയാം, PS-നെതിരെ എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടി. 2011-ല് വീണ്ടും മുഴുവൻ സമയം, എന്റെ ബാക്കി മുഴുവൻ സമയം പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ജില്ലാതലത്തിൽ നിന്ന് ഞാൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 9 വർഷം KPCCയുടെ സെക്രട്ടറിയായി, 4 വർഷം KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് 3 വർഷം മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് വിട്ടു. ഇപ്പൊ NCPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സണുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മള് ഈ പൊതുപ്രവർത്തകയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുണ്ട്, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, നമ്മുടെ ആരോഗ്യം നോക്കണം. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം എനിക്കൊട്ടും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. കാരണം നമ്മള് ജനപ്രതിനിധി ആയിരിക്കുന്ന പോലെയല്ല. 140 പേർക്കേ ഉള്ള MLA ആകാൻ പറ്റുള്ളൂ, 20 പേർക്കേ ഉള്ള MP ആകാൻ പറ്റുള്ളൂ. ബാക്കി സാധാരണ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരും, ഈവൻ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലും അവർക്ക് കിട്ടുന്ന വരവിനേക്കാൾ എത്രയോ മടങ്ങ് ചെലവഴിക്കേണ്ടി വന്നു ഒരു വാർഡിലാണെങ്കിൽ പോലും. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എന്നും
ഞാൻ മാധ്യമപ്രവർത്തകയായിരുന്നു, അതിനു മുമ്പ് അധ്യാപികയായിരുന്നു. ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് ജനപ്രതിനിധിയായപ്പോ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ 91 മുതൽ LIC ഏജന്റാണ്. ഞാൻ ഒരു മിനിമം ഏർണിംഗ് ഉള്ള ആളായിരുന്നു എന്നും. കാരണം ഹസ്ബൻഡും പൊതുപ്രവർത്തകനും മറ്റൊരു ജില്ലയിലായതുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു PWD റിട്ടയർഡ് ഉദ്യോഗസ്ഥനായി ആയിരുന്നു. രണ്ടുപേരും മരിച്ചുപോയി. അമ്മ ഒരു സ്വയം തൊഴിൽ സംരംഭകയൊക്കെ ആയിരുന്നു. അപ്പൊ ബ്രദറെ ഇവരൊക്കെ എന്നെ സാമ്പത്തികമായി ചെറിയ തോതിലെങ്കിലും എന്നെ സഹായിക്കാനൊക്കെ പറ്റി. പക്ഷെ ഇവരൊക്കെ പോയപ്പോഴും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അതിവിപുലമായപ്പോ ഞാൻ സ്വന്തമായി ഇതിനിടയ്ക്കൊക്കെ ഡ്രൈവിംഗ് സ്കൂള് നോക്കി. അതൊക്കെ ചില പ്രത്യേക ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ലൈസൻസ് മേടിച്ചു വെച്ചിട്ടുള്ള പല സ്ത്രീകളും വണ്ടി ഓടിക്കാൻ പേടിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് പൈനാപ്പിൾ കൃഷിയുടെ കാര്യം നോക്കി. പക്ഷെ ഇതിനൊന്നും അപ്പോഴും നിലവിലുള്ള LIC ഏജൻസി ഉണ്ടെങ്കിലും വരവിനേക്കാൾ വലിയ ഒരു തുക നമുക്ക് പൊതുപ്രവർത്തനത്തിന് ചെലവാകും. ഒരു പുരുഷനും ഒരു സ്ത്രീയും പൊതുപ്രവർത്തനം നടത്തുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന് 1 രൂപ ചെലവാക്കുന്ന സമയത്ത് മുഴുവൻ സമയ പൊതുപ്രവർത്തനം, കാര്യമായ പൊതുപ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് 5 രൂപ ചെലവാകും. കാരണം പാർട്ടിയൊക്കെ തരുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുക, താമസിക്കുക, വണ്ടി ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പം നമുക്ക് താമസ സൗകര്യങ്ങൾ സുരക്ഷിതമായ നോക്കേണ്ടി വരും. പുരുഷന്മാരെ പോലെ അത്ര അധികം സൗകര്യങ്ങൾ ഒരിക്കലും സ്ത്രീക്കില്ല. അപ്പൊ അതൊക്കെ ഇത്തരം കാര്യങ്ങൾ. പിന്നെ വീട്ടിൽ വന്നാല് ഈ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. കേരളം മുഴുവനും 10-20 വർഷത്തിലധികം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടി നടക്കുമ്പോൾ ഇവിടുന്ന് വണ്ടിക്ക് പോയാല് എറണാകുളത്ത് ചെന്ന് കോഴിക്കോട് പോകണമെങ്കിൽ തലേദിവസം ചെന്ന് ചെറായിലെ വീട്ടിൽ നിൽക്കും. പിന്നെ അടുത്ത ദിവസം വെളുപ്പിനെ പോകും. എടപ്പാളിൽ ചെന്ന് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട്, എഴുത്തുകാരൻ P. സുരേന്ദ്രന്റെ വീട്. അവിടുത്തെ സുജാതയുടെ അടുത്തുനിന്ന് ദോശ കഴിച്ച് അടുത്ത ഒരു 2-3 മണിക്കൂറിനുള്ളില് കോഴിക്കോട്ടെത്തും. തിരിച്ച് വീണ്ടും അവിടെ ചെറായിൽ വന്ന് നിൽക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്റെ പൊതുപ്രവർത്തനം. കാരണം പ്രോട്ടോകോൾ ഇല്ലാതെ കൃതങ്ങളൊക്കെ പുതുക്കാൻ വലിയ ഇഷ്ടമുള്ള ആളെന്ന നിലയിൽ ഞാൻ അത്തരത്തിലാണ് എന്റെ പൊതുപ്രവർത്തനം കൊണ്ടുപോയത്. അതാണ് മാം, സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത ഒരു പൊതുപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മാറ്റാനായിട്ട് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാമെന്ന് തോന്നിയത് അത് ഈ പാചകം നമ്മുടെ കൈമുതലായിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതെ, എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മ നന്നായി കുക്ക് ചെയ്തിരുന്ന ആളാണ്. എല്ലായ്പ്പോഴും നമ്മുടെ ഈ തറവാട് ഏറ്റുമാനൂരാണ്. പിന്നെ അമ്മ പിന്നെ ഉപ്പേരി നമ്മുടെയൊക്കെ വീട്ടിൽ അന്ന് ഏത്തക്കായൊക്കെ ഉണ്ട് സമൃദ്ധമായിട്ട്. അല്ലെങ്കിൽ മേടിച്ചാണെങ്കിലും ഓണക്കാലത്ത് വളരെ ദിവസം മുമ്പേ ഉപ്പേരി ഉണ്ടാക്കും. അല്ലാതെ വീട്ടിൽ ഉപ്പേരി ഇല്ലാത്ത ദിവസങ്ങള് ഞാൻ ഓർമ്മയില്ല. അപ്പം മുറുക്കുപ്പേരി ഉണ്ടാക്കും. ഓണം വരുമ്പോഴേക്ക് ശർക്കര വരട്ടി, ചീട, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും വീട്ടിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ, ആട്ടിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെതായ സ്വാദുണ്ട്. അപ്പൊ കടയിലെ ഉപ്പേരി ഇപ്പൊ നമുക്ക് പലപ്പോഴും കിട്ടുമ്പം ചിലതെങ്കിലും നമുക്ക് വലിയ ഒരു ദയനീയമായി തോന്നാറുണ്ട്. അപ്പൊ ഞാനിപ്പോഴും അമ്മ 2018 മരിച്ചതിന് ശേഷവും അച്ചാറ്, അതുപോലെ വീട്ടിൽ തന്നെ തൈര് ഉറയ്ക്കും. ഞാനിപ്പോ ഒരു 19 വർഷമായിട്ട് വെജിറ്റേറിയനാണ്. അപ്പൊ എനിക്ക് ആവശ്യമായ വൈകിട്ട് വന്നാൽ ഇത്തിരി കഞ്ഞി കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കുടുംബത്ത് വീട്ടിലുള്ളപ്പോഴാണേലും അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിട്ട് എനിക്കത് സാധിക്കുന്നുണ്ട്. അപ്പൊ പാചകത്തോടെ ഒരു പ്രത്യേക പാഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് പാചകം തെരഞ്ഞെടുത്തതും അതുപോലെ നല്ല ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയണം. നമ്മൾ പറയാറില്ലേ എണ്ണയ്ക്കകത്ത മായം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ അതിനപ്പുറത്ത് ഒരു നല്ല ഭക്ഷണം. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ മുഴുവൻ KFTC ചെയർപേഴ്സൺ എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. യാത്രകളുണ്ട്, അതുപോലെ തന്നെ പാർട്ടി പരിപാടികളുണ്ട്, മറ്റ് എല്ലാ പരിപാടികളിലും ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഉപ്പേരി ഇവിടെ വന്ന അതിഥികൾക്ക് പലപ്പോഴും കൊടുക്കുമ്പോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? ഇത്രയും നല്ലതായിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ എനിക്ക് വലിയൊരു പ്രചോദനം. പാത്രം നിറയെ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് എന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ കൊറിയർ ചെയ്യുമ്പോൾ
അത് ഗൂഗിൾ പേ വഴി എനിക്ക് പൈസ കിട്ടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന് ശമ്പളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പൊതുപ്രവർത്തകന്റെയോ പൊതുപ്രവർത്തകയുടെയോ സമയത്തിന് മിനിറ്റുകൾക്ക് ഒരു വിലയുമില്ല. ഒരു തൊഴിലാളി മുതൽ കൺസൾട്ടൻസി വരെയുള്ള അല്ലെങ്കിൽ മണിക്കൂറിന് ലക്ഷങ്ങൾ ഒക്കെ വാങ്ങുന്ന ആളുകളുടെ സമയത്തിനൊക്കെ വിലയുണ്ട്. പൊതുപ്രവർത്തകന്റെ സമയത്തിന് വിലയില്ലാത്തത്. കൈക്കൂലിക്കാരെയും അഴിമതിക്കാരെയും ഒക്കെ ചിത്രീകരിക്കുമ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവരുമ്പോഴും നമ്മുടെ നാട്ടിലെ ഇന്ന് ഈ ബാധ്യത വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 95-ൽ 30%, അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പൊ 50%. അത് വലിയ പ്രശ്നമാണ്. മാം സൂചിപ്പിച്ചതുപോലെ അത് ഈ പറയുന്ന പോലെ അത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മാം അത് വ്യക്തമാക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലതികാസ് കിച്ചണിലേക്ക് തിരികെ. അതായത് എന്തൊക്കെയാണ്, ഞാൻ ശർക്കര വരട്ടി ഉണ്ട്, ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് ചിലയിടങ്ങളെങ്കിലും ഉപ്പേരി അതെ 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 ഞങ്ങൾ കോട്ടയംകാര് പറയുന്ന ശർക്കര ഉപ്പേരി, അതുപോലെ തന്നെ കായ ഉപ്പേരി, പിന്നെ ചക്ക ഉപ്പേരി എന്നൊക്കെ പറയും. അല്ല, അതായത് കായ വറുത്തത്, അത് കോർക്കട്ട് ചിപ്സ് ഐറ്റം. എനിക്ക് തോന്നുന്നത് അതില് മാമിന്റെ ഈ ലതികാസ് കിച്ചണില് ഏറ്റവും ഡിമാൻഡ് ആ 4 മുറിച്ചിട്ട കായ വറുത്തതിനാണെന്ന് തോന്നുന്നു അല്ലേ? അതിൽ കറിവേപ്പില ചേർക്കുന്നു, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടും എല്ലാ ഉപ്പേരിയും അല്ലെങ്കിൽ ഈ വറുക്കുന്നതും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോട്ടിലിൽ മേടിക്കുന്ന നല്ല, ഇവിടെ അടുത്ത ചവിട്ടുവരിയില് നാടൻ ആട്ടി വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ 4 കീറി അരിയുന്നത്, വളരെ ചെറുതായിട്ട് അരിയുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേകമായ സ്വാദ് കൂടുതലുണ്ട്. മാത്രമല്ല, എന്റെ വീട്ടിലെ കറിവേപ്പില കുറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നും മോന്റെ വൈഫിന്റെ വീട്ടിൽ നിന്നും അയൽപക്കത്തു നിന്നൊക്കെ ഞാൻ എടുക്കും. ഒരു പിടി മാത്രം മതി. കാരണം ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുകയല്ല, ഫ്രഷ് ആയിട്ട് വാങ്ങാൻ നേരത്ത് അതിലേക്ക് ഇടുമ്പോൾ അതും ആ നിറം പോകാതെ ആ കറിവേപ്പില ഇട്ട അതിന്റെ ഒരു ഫ്ലേവറോട് കൂടി ഓർക്കഡ് ചിപ്സ് നമുക്ക് കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേക സ്വാദ് അതിനുണ്ട്. പിന്നെ വട്ടത്തിലുള്ള ഉപ്പേരിയും അതാണല്ലോ നമ്മുടെ ടിപ്പിക്കൽ ഉപ്പേരി, അല്ലെങ്കിൽ കായ വറുത്തത്. അതിനും വലിയൊരു ഡിമാൻഡാണ്. ഇന്നിപ്പം തൊട്ടടുത്തുള്ള നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നോട് 3-4 കിലോ മാങ്ങി അവരുടെ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഓർഡർ തന്ന് ഞാൻ വൈകിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ചക്ക വറുത്തതിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചക്ക വറുത്തത് ഏത്തക്ക വറുത്തത് പോലെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ പ്ലാവിലെയും ചക്ക വറുക്കാൻ കൊള്ളുകയല്ല. ഇനി വറുക്കാൻ കൊള്ളുന്നത് തന്നെ 2 മഴ അടുപ്പിച്ച് പെയ്താല് അത് ശരിക്കും വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പരമാവധി. ഇനി എനിക്ക് ചോദിക്കാനുള്ളതാണ്, നമ്മുടെ കമന്റ്സിൽ ഒരുപാട് പേര് ലതിക മാമിന് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പം എല്ലാവിധ ആശംസകളും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെയുള്ള ഈ സംരംഭം തുടങ്ങിയപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ട് നേരത്തെ സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടിരിക്കുന്നവരൊക്കെ എന്തൊക്കെ കമന്റ്സ് ആണ് പറഞ്ഞത്? അതിൽ പെട്ടെന്ന് ഓർക്കുന്ന അല്ലെ, മനസ്സിൽ തട്ടിയ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? അശ്വതി 100% സത്യസന്ധമായിട്ടാണോ പറഞ്ഞത്? എനിക്ക് തന്നെ ഉറപ്പായിട്ടും അശ്വതി ഉറപ്പായിട്ടും സത്യസന്ധത ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അതായത് എന്തെല്ലോ കമന്റ്സ് ആണ്. ഞാനിപ്പോ നോക്കാറില്ല അതൊന്നും. കാരണം എത്രയോ കാലമായി ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് എന്നോട് അടുപ്പമുള്ളത് എന്നെ അറിയാവുന്നവരൊന്നും എന്നെ അത്ര കമന്റ്സ് ഇടുന്നില്ല കേട്ടോ. പിന്നെ ഈ സോഷ്യൽ മീഡിയ അതിലൂടെ മാത്രം ആളുകളെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ 40 വർഷം ഞാൻ എങ്ങനെയാണ് കടന്നു വന്നതെന്ന് അറിയാത്ത ഒരുപാട് ആളുകള് പലതരത്തിലുള്ള കമന്റ്സ് ഇടുന്നുണ്ട്. ആദ്യമൊക്കെ വലിയ മനോവേദന ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. നമ്മുടെ ജോലിയുമായി അധികം സമയമില്ല, വളരെ ക്ഷണികമായി. ഇപ്പൊ വയസ്സ് 60-ലെത്തി. 60ാമത്തെ വയസ്സിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇതേക്കുറിച്ച് ലോകം തന്നെ അറിഞ്ഞത്. കൊട്ടിഘോഷിച്ചല്ല. കാരണം ഞാനിത് തുടങ്ങണമെന്ന് വിചാരിച്ച സമയത്താണ് വയനാട് ദുരന്തമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് എനിക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പെർമിഷൻ കിട്ടിയ ആ സമയത്ത് തുടങ്ങി വെച്ചു. ഇപ്പൊ 2-3 മാസമായിട്ട് വളരെ ചെറിയ തോതിലാണ് ഇത് തുടങ്ങിയെങ്കിലും
എന്തായാലും ആളുകള് വലിയ തോതിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്നപ്പം ഞാൻ ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ വിളിച്ച് ഒരു 3 കിലോ വേണം, മോന് കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ അടുത്ത് അയക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി എൽദോ അല്ലെങ്കിൽ അശ്വതി എന്നോട് പറയാനേ 1 കിലോ ഉപ്പേരി വേണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്നതല്ല. ഓണക്കാലത്ത് കൂടുതൽ ഓർഡർ വന്നു. ആ ദിവസങ്ങളിൽ തന്നെ ഓണ ദിവസങ്ങളിൽ തന്നെ ഒരു 100 കിലോ ഞങ്ങള് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. അപ്പോ എന്റെ കസിൻസ് 1-2 പേര് വന്നു. എന്റെ കൂടെ ഇപ്പം എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു സഹോദരി ഇപ്പം വളരെ 1.5 മാസമായിട്ട് എന്നോടൊപ്പം രാപകൽ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് സഹായമായിട്ട്. ഞാൻ വരുമ്പോഴേക്കും കായ ഹോൾസെയിൽ കടയിൽ നിന്ന് കൊണ്ടുവരും. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പൊ കായൊക്കെ പൊളിച്ചു വെച്ച് അത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കാനുള്ളത് കൊണ്ട് പരമാവധി. എന്നാലും ഇടയ്ക്ക് 2 ദിവസം ഞാൻ പിന്നെ അരിപ്പ ഇക്കോ ടൂറിസത്തിന്റെ KFDCയുടെ അവിടെ പോയി 2 ദിവസം ഇല്ലായിരുന്നു. ഒരു ദിവസം രാത്രി ഇല്ലായിരുന്നു, പിറ്റേ ദിവസം പകൽ മുഴുവനില്ലായിരുന്നു. പക്ഷെ ഞാൻ പോരാൻ നേരത്തെ തന്നെ ഓർഡർ ചെയ്തു. രാത്രി വന്ന ഉടനെ ഇവിടെ അടുക്കളയിൽ ഞങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കി. അപ്പൊ ഒരു ദിവസം ഗ്യാപ്പ് വന്നാലും അടുത്ത ദിവസം കൂടുതൽ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. അതെ, എനിക്കൊരു കാര്യം പറയണം. ഞാൻ എന്നോട് ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് മാം ചോദിച്ചുകൊണ്ട് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ അതിൽ തരാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് പൊതുപ്രവർത്തകയായി ഇത്രയും ഉയർന്ന ലെവലിലേക്ക് എത്തി എത്ര പേര് തിരിച്ച് അടുക്കളയിലേക്ക് പോകുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് മാം. ഞാൻ അവരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ചോദിച്ചതാണ്. നെഗറ്റീവ് കമന്റ്സുകൾ ഒരുപാട് വരാം, പക്ഷെ നമ്മൾ അതിനെ കാണാതിരിക്കുക. അശ്വതി, ഞാൻ ആത്മാർത്ഥം എന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിപ്പോ പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട് വേറെ പ്രസ്ഥാനത്തിലേക്ക് വേറെ മുന്നണിയിലേക്കും ഒക്കെ വന്നപ്പോ ഞാൻ ഒരു ആദരാഞ്ജലി അർപ്പിച്ചാൽ പോലും അത് മേളിൽ എന്താണെന്ന് നോക്കാതെ ചാച്ചി എന്ന് പറഞ്ഞു വന്ന് ഒരു മോശമായ കമന്റുകള് ചെയ്യുന്ന ഒരുപാട് സൈബർ തൊഴിലാളികളുണ്ട് കേരളത്തില്. അപ്പൊ അതാ ഞാൻ പറഞ്ഞതല്ല, അല്ല അവരെന്തും പറയട്ടെ മാം, അതൊന്നും നമുക്ക് വിഷയമാക്കണ്ട. നമ്മൾ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രം എടുത്ത് മുന്നോട്ട് പോകുക. അത് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടാറുണ്ട് നെഗറ്റീവ്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളത് എന്നെ വ്യക്തിപരമായി എന്റെ ഒരു ഉത്തരവാദിത്വവും എന്റെ ഒരു കോൺട്രിബ്യൂഷനും അറിയാവുന്ന എന്റെ പഴയ സഹപ്രവർത്തകരായ ഒരു നേതാവോ പ്രവർത്തകനോ പ്രവർത്തകയോ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്. ഒരിക്കൽ ചാനലിൽ ഒരു സഹോദരൻ ഒഴികെ വേറെ ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ഇപ്പൊ ഇത് കണ്ട പിന്നെ എന്നെ എത്ര പേര് വിളിച്ചെന്നോ പഴയ സഹപ്രവർത്തകര്. സന്തോഷമുണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് ബാധ്യത ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഞാൻ വയസ്സാകുമ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാരണം ഓരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു അല്ലേ. മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഞാൻ ഒന്ന് കുറച്ച് ഈ ആ വർക്ക് സ്പേസിൽ ഒന്ന് മാറ്റി പിടിക്കട്ടെ. എന്താണ് നമ്മുടെ ഈ എഴുത്തൊക്കെ എന്തായി? എഴുത്തൊക്കെ ഇപ്പോഴും വളരെ കാര്യമായിട്ട് തുടരുന്നില്ലേ? എഴുത്ത് 2 പുസ്തകങ്ങള്. ഞാന് ഗുരു നിത്യചൈതന്യയുടെ ഒരു ഡിസൈപ്പിൾ ആണ്. ഞാൻ പത്രപ്രവർത്തനം ഒക്കെ പഠിച്ച കാലഘട്ടത്തിലൊക്കെ അദ്ദേഹമായിട്ടുള്ള ഒരു വലിയ ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവ ദർശനങ്ങളൊക്കെ കുറെ ചെറുതായിട്ടെങ്കിലും ഒന്ന് നോക്കാൻ പറ്റി. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥ പോലെ ജീവിതം, അതുപോലെ ആദ്യം ബാലസാഹിത്യത്തിലായിരുന്നു എന്റെ തുടക്കം പത്രപ്രവർത്തനം. അപ്പോ അണ്ണാറക്കണ്ണനും കൂട്ടുകാരെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എഴുതിയ കുറെ കുട്ടികൾക്കുള്ള കഥകളും വായിച്ചു കൊടുക്കാൻ കഥകൾ ഉൾപ്പെടെയുള്ള 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തലമുണ്ടനത്തിന്റെ രാഷ്ട്രീയം ഞാനിങ്ങനെ അത് കുറച്ച് പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ പൂർത്തിയായിട്ടില്ല. ആ പുസ്തകത്തിന്റെ കാര്യങ്ങളും ഉണ്ട്. ഇതിനെല്ലാത്തിനും ബേസ് പ്രധാനപ്പെട്ട ഒരു ഘടകം പണമാണ്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടില് പണ്ടത്തെ പോലെ പണ്ട് കർഷകരുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ പറയുമെങ്കിലും പിന്നീട് മക്കളെ നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിപ്പിക്കാനായിട്ട് ലോൺ എടുത്ത് പാരന്റ്സ് ബാധ്യതയായി. ഇന്നിപ്പോ കേരളത്തിൽ അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 1000കണക്കിന് സ്ത്രീകള് പൊതുരംഗത്തേക്ക് ഇറങ്ങും. SC ST വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ഉൾപ്പെടെ
പൊതുരംഗത്തേക്ക് ഇറങ്ങി. ഇത്ര വളരെ ചെറിയ പ്രായം മുതൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് കൊണ്ട് അപവാദം കേൾക്കുമ്പോഴും അല്ലെ മോശമായ കമന്റുകളൊക്കെ വരുമ്പോഴും അതിനെ അതിജീവിക്കാനായിട്ട് നമുക്കൊക്കെ പറ്റുന്നുണ്ട്. എത്രയോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എത്ര പേര് ഇതിനകത്ത് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത. ഒരു വാർഡില് ആ വാർഡിലെ കാര്യങ്ങൾ നോക്കുമ്പം പിന്നെ ഇലക്ട്രിക് പോസ്റ്റില് ലൈറ്റ് ഇട്ടില്ല എങ്കിൽ ആ വാർഡ് മെമ്പർ ആളുകൾ കുറ്റം പറയും. അപ്പൊ പല പുരുഷന്മാരും കയ്യിൽ നിന്ന് പൈസ എടുത്തായിരുന്നു. സ്ത്രീകൾ അതിന് തുനിയുമ്പോൾ പലപ്പോഴും അവർ സാമ്പത്തിക സ്വാശ്രയത്വം ഇല്ലാത്തവരാണ്, ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരും. ഈ പരിപാടി ഇതുകൊണ്ട് നിർത്തിക്കോ, ഇനി പോകണ്ട എന്ന് പറഞ്ഞു എത്രയോ പേര് തിരിച്ചു പോകുന്നു, കഴിവുള്ള സ്ത്രീകള്. അപ്പം പൊതുപ്രവർത്തകർക്ക് വരുമാനം നിർബന്ധമായിട്ടും വേണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും കൃത്യമായ വരുമാനം ഉണ്ടായിരുന്ന എനിക്ക് എന്റെ പഴയ, നിങ്ങൾ ഒക്കെ അറിയാം, പണ്ടത്തെ കാലത്ത് എന്റെ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ബാങ്കിൽ ബാധ്യതയില്ലായിരുന്നു. പക്ഷെ നല്ല ബാധ്യത ഇപ്പൊ എനിക്കുണ്ട്. അപ്പോ സ്ത്രീക്ക് ഇപ്പൊ ആണുങ്ങളെ ചോദിക്കുന്നത് പൊതുക്കാര്യത്തിന് പോലും ആളുകളോട് കോൺട്രിബ്യൂഷൻ ഒക്കെ മേടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഗാന്ധിജി ഒക്കെ ചെയ്ത പോലെയുള്ള എല്ലാവരുടെയും കൂടി ഒരു സഹകരണത്തോടു കൂടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇന്ന് അതിന് പൂർണ്ണമായും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുക്കാര്യത്തിന് പോലും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു ദിവസം പുറത്തു പോയില്ലായിരുന്നെങ്കിൽ 60 രൂപ ലാഭിക്കാമായിരുന്നല്ലോ. വീട്ടിലായതുകൊണ്ട് ഈ വിഷമാണെങ്കിലും അറിയാമല്ലോ, പിന്നെ കോട്ടൺ സാരി, വെള്ള കോട്ടൺ, അങ്ങനെ എത്രയോ കാലമായിട്ട് ശീലിച്ചുകൊണ്ട് അതൊരു ശീലമാണ്. ഞാൻ കഴുകിയാ കൊടുക്കുന്ന സാരി, പക്ഷെ അത് പശമുക്കി തേക്കുന്നതിന് 60 രൂപയാകും. മനസ്സിലായോ? അപ്പൊ എന്റെ അമ്മയുള്ളപ്പോ പറയായിരുന്നു, കൊള്ളാവടി ആറ്റി കളഞ്ഞിട്ട് അരികി തപ്പുവാണോ എന്ന് ചോദിക്കുന്നു. കാരണം പെമ്പിളി ഒരുമ സമരത്തിന് 13 പ്രാവശ്യം ഞാൻ എന്റെ പഴയ അന്നത്തെ ആ ഇന്നോവയില്, ഞാൻ ഒരു പ്രോട്ടോകോൾ ഒന്നും ഉള്ള ആളല്ല, ഞാൻ മൂന്നാറിൽ പോയി ആ സമരത്തിന് രാപ്പകൽ അവരുടെ ഒപ്പം ഇരുന്നത്. കോട്ടയത്ത് നിന്ന് 13 തവണ ഞാൻ മൂന്നാറിൽ പോയി. അപ്പൊ ഇതുപോലെ കേരളം മുഴുവനും യാത്ര ചെയ്ത എനിക്ക് ഒരുപാട് ചെലവ് ഒക്കെ ഉണ്ടെന്നറിയാം. ദയവേദി ക്ഷമിക്കുക ഇടപെട്ടതിന്. നമ്മൾ ഈ സമയപരിമിതി കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കും മാം. അത് ഈ പറയുന്ന പോലെ അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ എല്ലാം. അപ്പോ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് ഈ ലതികാസ് കിച്ചൻ ഉയരട്ടെ എന്നുള്ളതാണ്. ലതികാസ് കിച്ചൻ കോട്ടയത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല, ഞങ്ങൾ എല്ലാവരിലേക്കും ഇത് എത്തണം. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരുപാട് സന്തോഷം മോർണിംഗ് വൈബ്സിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് മാം. എന്തായാലും ഇനിയും വീണ്ടും വിഷസ് മാത്രം നേരുന്നു. ലതിക സുഭാഷ് വലിയൊരു എന്തോ കേട്ടില്ല. ഉറപ്പായും അഡ്രസ് ഞാൻ ഇന്ന് തന്നെ അയച്ചു തരുന്നതാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എനിക്ക് 4 ആയിട്ട് വറുത്ത കായപ്പേര് മതി കേട്ടോ. എൽദോ ഓർഡറും ചെയ്തു. താങ്ക് യു മാം, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ലതിക മാം, ലതിക സുഭാഷാണ് ഇത്രയും നേരം നമ്മോടൊപ്പം ചേർന്ന് ലതികാസ് കിച്ചന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അല്ലേ. നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം അതിവേഗത്തിൽ മടങ്ങിയെത്താം. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വാർത്തയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി എന്നുള്ളതാണ്. കേസ് എഴുതി തള്ളിയ വിവരം യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെച്ചുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നുവെന്നുമാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെതിരെ KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ രംഗത്ത് വന്നു. അജയുടെ നീക്കം സംശയകരമാണെന്നും പാർട്ടി അന്വേഷിക്കുമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാശോർത്തികളും മുഖ്യമന്ത്രിയുടെ താല്പര്യക്കാരും പാർട്ടിക്കാരും എഴുതി കൊടുക്കുന്നത് ചെയ്യുക, റിപ്പോർട്ട് പോലും ആ രൂപത്തിൽ വരുത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവല്ലേ ഈ കേസിലെ ഈ റിപ്പോർട്ടും അതിനെ തുടർന്ന് കേസ് റഫർ ചെയ്യാനുള്ള തീരുമാനവും. ആ കാര്യത്തിൽ എനിക്ക് ഒരു വലിയ സംശയം തോന്നുകയാണ്. ഞാൻ ഇന്നലെ പോലും അജയ്യായിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരം രാത്രി ഈ വാർത്ത കാണുന്നു. ഞാനും ഓർക്കുകയുടെ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട്, ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല.
അതാണ് സത്യം, വാസ്തവം. അത് നേതാക്കളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അതോ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതൊന്ന് ഹൈഡ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിലൊരു സംശയകരമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ല, അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ലാത്തതാണ്. ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അത് ഗൗരവമായി തന്നെ ഞങ്ങളെല്ലാം എടുക്കുന്നു. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. റൈറ്റ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ് എ ഷുക്കൂർ. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് ഇത്തരത്തിൽ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നുള്ളതാണോ ഉന്നയിക്കുന്ന ആരോപണം? എൽദോ അശ്വതി, ഗുഡ് മോർണിംഗ്. വളരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയായ ഒരു സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയെയും KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചത്. അതിക്രൂരമായിരുന്നു ആ രണ്ട് യുവാക്കളെയും ഇവർ മർദ്ദിച്ചത്. എന്നാൽ ഈ സംഭവം പിന്നീട് കേസായി നിയമ നടപടികളിലേക്ക് പോയി. ഈ കഴിഞ്ഞ ദിവസം ഈ കേസ്, അതായത് വ്യക്തമായ ദൃശ്യങ്ങളടക്കം തെളിവുണ്ടായിട്ടും പോലീസ് അത് എഴുതി തള്ളിയ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കേസ് എഴുതി തള്ളിയതിനെ സംബന്ധിച്ചുള്ള റഫറൻസ് റിപ്പോർട്ട് അഭിഭാഷകൻ കൂടിയായ അജയ് ജുവൽ കുര്യാക്കോസിന്, അതായത് കേസിലെ തോമസിനൊപ്പമുള്ള മറ്റൊരു വാദിയായ മർദ്ദനമേറ്റ അജയ്ക്കും ഈ കേസ് എഴുതി തള്ളിയ വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ റഫറൻസ് റിപ്പോർട്ട് അടക്കം ഒരു മാസം മുമ്പ് അജയ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൈപ്പറ്റിയ അല്ലെങ്കിൽ ഏറെ വിവാദമാകുന്ന, ഈ കഴിഞ്ഞ ദിവസം അത് പുറത്തു വന്നതോടുകൂടി വലിയ വിവാദമാവുകയും ചെയ്തു. അത്തരത്തിൽ ഏറെ വിവാദമാകുന്ന, കോൺഗ്രസിന് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്നുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം അജയെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് അജയ് കൂടെ ഉണ്ടായിരുന്ന ഈ കേസിലെ മറ്റൊരു വാദിയും മർദ്ദനമേൽക്കുകയും ചെയ്ത KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ തോമസിനോട് പോലും ഈ വിഷയം പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. അതായത് റഫറൻസ് റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായ പാളിച്ചകൾ പോലീസിന് ഉണ്ട് എന്നിരിക്കെ, അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്രം ഈ സംഭവം പുറത്തുവിടുന്നു? കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് നമ്മൾ അജയെ 6 മണിയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ബന്ധപ്പെടുന്നു. അതിനുശേഷം വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയാണ് അജയ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഈ വിവരം കൈമാറുന്നത്. M ലിജുവും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും അടക്കമുള്ള ആളുകൾക്ക് ഈ റിപ്പോർട്ട് വാട്സപ്പ് ചെയ്ത് നൽകുകയും ചെയ്യുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിയുന്നില്ല. ചികിത്സയിലായിരിക്കെയാണ് തനിക്കിത് കിട്ടിയത് എന്ന് പറയുമ്പോൾ പോലും അത് കഴിഞ്ഞ് എത്ര നാൾ പിന്നിടുന്നു? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം, അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമാണോ ഈ സംഭവം പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ടതെന്നുള്ള ചോദ്യം ഉയർന്നു. അതിൽ സംശയകരമായ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന പുതിയ വിവാദം. അത്തരത്തിൽ പാർട്ടി അറിയാതെ ഇത്രയും വിവാദമായ ഒരു സംഭവം, കോൺഗ്രസിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം, അത് അവരുടെ കോൺഗ്രസ് പാർട്ടി അറിയാതെ അതൊരു സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള ശ്രമം അജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം പാർട്ടി തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. അതിൽ എന്തായാലും കേസ് ഗുരുതരമായിട്ടുള്ളൊരു കേസാണ്. അതിൽ എഴുതി തള്ളുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ആ വാർത്തയിലേക്ക് കൂടുതൽ വിശദമായി 9 മണിക്കും 10 മണിക്കും എത്താം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മനീഷ് മന്ദാരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സത്യം പറയുന്നവൻ സത്യശീലൻ എന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഹിറ്റായി മാറിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രേക്ഷകനായ മനീഷ് മന്ദാരം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ലൈവിൽ ചേരുകയാണ്. ഓക്കെ മനീഷ്, ഒരുപാട് സന്തോഷം. എന്താണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പങ്കുവെക്കാൻ ന്യൂസ് 18 അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ മനീഷ്, എങ്ങനെയാണ് അഭിനന്ദനങ്ങൾ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? മൊത്തത്തിൽ ഹിറ്റാണെന്നറിയാമെങ്കിലും വളരെ സന്തോഷം. കാരണം ആ ഒരു സന്തോഷം ന്യൂസ് 18 വന്ന് പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടിയതിൽ അതിനെക്കാട്ടി വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോ സത്യം പറഞ്ഞ സത്യശീലൻ തിരുവോണം നാളിലാണ് നമ്മൾ റിലീസ് ചെയ്തത്, യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാ ഓണത്തിനും നമ്മൾ ഒരു കോമഡി കണ്ടന്റുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത്തവണത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണം എന്ന് വെച്ചാൽ നമുക്ക് അധികം സന്തോഷിച്ചുകൊണ്ട് ആഘോഷിക്കാൻ പറ്റിയ ഒന്നായിരുന്നില്ല. ഒരുപാട് ദുരന്തങ്ങൾ, വയനാട്, ശിരൂർ പോലുള്ള ദുരന്തങ്ങൾ നമ്മളെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു വലിയൊരു ദുരന്തം എന്ന് നമ്മൾ പേടിയോടി കൂടി കാണുന്ന ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. അതായത് മുല്ലപ്പെരിയാർ വിഷയമാണ്.
ഒരിക്കലും ഇത് ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, അല്ലെ ആരെയും കുറ്റപ്പെടുത്താനോ ഗവൺമെന്റിനെയോ ഭരണകൂടത്തെയോ ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ടായ ഒരു ചെറിയ സംഭവങ്ങൾ കോർത്തിണക്കി സത്യം പറയുന്ന സത്യശീലനോടെ ഒരു ഇടുക്കിക്കാരന്റെ ജീവിതം, അയാളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്നത് കുറച്ച് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയും ഒക്കെ ഞങ്ങൾ ചെയ്തതാണ്. അപ്പം അതില് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നിരവധി ചാനലുകളിലൂടെ അറിയാവുന്ന കോമഡി ബമ്പർ ചിരി താരം അനീഷ് കാവൽ, അദ്ദേഹമാണ് ഇതിനകത്ത് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെയാണ് ആശയവും. അപ്പം അതിന്റെ ക്യാമറയും എഡിറ്റിംഗും ചെയ്തിരിക്കുന്നത് എന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ബിച്ചു രാജേന്ദ്രനാണ്. പിന്നെ ഇതിൽ അനീഷേറിനൊപ്പം മഞ്ജു ഷാജി അദ്ദേഹത്തിന്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നു. മകളായിട്ട് ശ്രീബാല മനീഷ് അഭിനയിച്ചിരിക്കുന്നത് എന്റെ മകൾ തന്നെയാണ്. പിന്നെ അതോടൊപ്പം സതീഷ് രാഘവൻ, അദ്ദേഹം നിരവധി കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്കറിയാവുന്ന വ്യക്തിയാണ്. ശരത് ശശിധരൻ ചാനലുകളിലൊക്കെ ഉള്ളതാണ്. പ്രിൻസ് അലക്സ്, ഹരികൃഷ്ണൻ, വിഷ്ണു നമ്പൂതിരി, അമ്പിളിക്കണ്ണൻ, അങ്ങനെ ഒട്ടനവധി കലാകാരന്മാര് അണിനിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. പിന്നെ സാധാരണ ഞങ്ങള് കോമഡി പ്രോഗ്രാമുകളിലൊക്കെ വെബ് സീരീസുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് സത്യം പറയുന്ന സതീശീലൻ നമ്മള് ഈ പ്രാവശ്യം ഓണത്തിന്. മനീഷിന്റെ എത്രാമത്തെ ഷോർട്ട് ഫിലിം ആണ് മനീഷ എത്രാമത് ചെയ്തതാണത്? എന്റെ ഇത് ഷോർട്ട് ഫിലിം പറയുകയാണെങ്കിൽ 6ാമതാണ്. വെബ് സീരീസുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഒരു ജലജാ ഗാരേജ് എന്ന് പറഞ്ഞത് ഹിറ്റ് ആയിരുന്നു. അത് കോമഡി സബ്ജക്ട് ആയിരുന്നു. അതും അനീഷേട്ടൻ തന്നെ ആയിരുന്നു പ്രധാന വേഷം ചെയ്തിരുന്നത്. ഇനി അടുത്ത പ്രോജക്റ്റ് നിലവില് സ്ക്രിപ്റ്റ് കഴിഞ്ഞു, അതിന്റെ ഡിസ്കഷനിലാണ്. അടുത്ത ഉടനെ തന്നെ ഉണ്ടാവും. ബിഗ് സ്ക്രീനിലേക്കുള്ള യാത്ര അതിനി എത്ര ദൂരമുണ്ട്? തീർച്ചയായിട്ടും, അതായത് ഒരു സിനിമാ മോഹമായി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ടീമാണ് ബ്ലൂ സ്റ്റാർ വിഷ്വൽ മീഡിയ. അതായത് നമ്മുടെ ആ ചാനലിലൂടെയാണ്, യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എത്രയും വേഗം തന്നെ എത്താനുള്ള ആഗ്രഹത്തിലാണ്. എല്ലാവരും ഒരേ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സിനിമയിൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഇത് നമ്മളിപ്പോ വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്തതാണ്. എല്ലാവരും കൂടെ കൈ കാശൊക്കെ ഇട്ട് ചെയ്തൊരു വർക്കും കൂടിയാണ്. ശരി മനീഷ്, എന്തായാലും ഞങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാകും അല്ലെ, ഇതുപോലെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള. താങ്ക് യു. ഞങ്ങൾ ഇതുപോലെ കൂടുതൽ ആളുകളെ ഇങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം പങ്കെടുത്തതിന്. 83K ആണ് നിലവിൽ. അപ്പൊ 83K കടന്ന മില്യൺസ് ഉയർന്നു പോട്ടെ. മനീഷ്, താങ്ക് യു സോ മച്ച്. അപ്പം അശ്വതി, ഇതുപോലെ ഒരുപാട് വിശേഷ ദിവസങ്ങൾ ഇനിയുണ്ട്, നമുക്ക് അതിലേക്ക് എത്താനുണ്ട്. പക്ഷേ നമുക്ക് ഇടവേളയ്ക്ക് പോകണം. ഇടവേളക്കിടയിൽ ഇനി ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് ബ്രേക്ക് എടുക്കുന്നു. ബ്രേക്കിന് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും മറ്റ് വിശേഷങ്ങളിലേക്ക് എത്തും. ബ്രേക്ക്. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP വിഷയത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് DGPയെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടായേക്കും. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. 1500 കേന്ദ്രങ്ങളിലായി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ. 20-ാം തീയതി വരെ ക്യാമ്പയിൻ തുടരും. ജില്ലാതല ഉദ്ഘാടനം VD സതീശൻ നിർവഹിക്കും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി K. സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകിയെന്നാണ് കേസ്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന പ്രവചനം. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയെന്ന കാലാവസ്ഥാ കേന്ദ്രം. MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി MT പോലീസിൽ പരാതി നൽകി. കുടുംബം വീട്ടിൽ ഇല്ലാതിരുന്ന സെപ്റ്റംബർ 29, 30 തീയതികളിലാണ് മോഷണം നടന്നതെന്ന് സൂചന.
തൃശൂരിൽ ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ്. ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി തെളിവെടുക്കും. അതിനുശേഷം കോലഴിയിലെ ATMിലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMിലും എത്തിക്കും. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ ആന പുതുപ്പള്ളി സാധുവിനായി തെരച്ചിൽ തുടരും. 50 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് പുതുപ്പള്ളി സാധു കാട് കയറിയത്. ഹരിയാന പോളിംഗ് ബൂത്തിൽ 90 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. സംസ്ഥാനമെങ്ങും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനം 8-ാം തീയതി. ഭുവനേശ്വർ വിമാനത്താവള വികസനം ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര വ്യോമയാന മന്ത്രി. 1 മാസത്തിനുള്ളിൽ വിമാനത്താവളത്തിന്റെ ശേഷി പ്രതിവർഷം 80 ലക്ഷം എന്ന നിലയിലേക്ക് ഉയർത്തും. ഇതിനായി പുതിയ ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭുവനേശ്വരിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. മധ്യപ്രദേശ് മന്ത്രിസഭായോഗം ആദ്യമായി സിംഗ്രാംപൂർ ഗ്രാമത്തിൽ. റാണി ദുർഗാവതിയുടെ 500ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് തീരുമാനം. തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഗോണ്ട്വാന ഭരണാധികാരിയായ രാജാ ദൽപത് ഷായുടെയും റാണി ദുർഗാവതിയുടെയും തലസ്ഥാനമായിരുന്നു ഇത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗാമാ-റേ ടെലസ്കോപ്പ് സ്ഥാപിച്ച് ഇന്ത്യ. സമുദ്രനിരപ്പിൽ നിന്ന് 4270 മീറ്റർ ഉയരത്തിൽ ലഡാക്കിലെ മലനിരകളിലാണ് ഇത് സ്ഥാപിച്ചത്. നക്ഷത്രങ്ങളുടെ ജനന മരണവും മറ്റ് പ്രപഞ്ച രഹസ്യങ്ങളും പഠിക്കുകയാണ് ലക്ഷ്യം. മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററാണിത് വികസിപ്പിച്ചത്. കർണാടക ഉടുപ്പി ജില്ലയിലെ മലിനജലം കുടിച്ച് 100-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം. പ്രാദേശിക വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നം. വെള്ളത്തിൽ സാൽമൊണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്ഥിരീകരണം. വാട്ടർ ടാങ്ക് യഥാവിധം ശുചീകരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ. സാക്കിർ നായിക്കിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക്. വിവാദ ഇസ്ലാമിക മതപ്രഭാഷകനെ പാകിസ്ഥാൻ ആദരിച്ചതിന് പിന്നാലെയാണ് നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു സാക്കിർ. കൊടും കുറ്റവാളിക്ക് പാകിസ്ഥാൻ നൽകിയ സ്വീകരണം അപലനീയമെന്നും ആശ്ചര്യപ്പെടാനില്ലെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കൂടുതൽ അന്തർദേശീയ വാർത്തകൾ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 250 ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. 2000-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും അവകാശവാദം. നേപ്പാളിലെ പ്രളയത്തിൽ മരണം 236ആയി. കണ്ടെത്താനുള്ളത് 20ഓളം പേരെ. നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. കാഠ്മണ്ഡുവിലെ പ്രധാന നദിയായ ബാഗ്മതി ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കൂടുതൽ ബിസിനസ് വാർത്തകൾ. ഇന്റർനെറ്റ് സേവനദാതാവായ പീകെയർ സംസ്ഥാനത്ത് വൻകിട വികസന പദ്ധതി നടപ്പാക്കുന്നു. ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, എന്റർപ്രൈസ് നെറ്റ്വർക്ക് സൊല്യൂഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന പീകെയർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കും. സ്മാർട്ട് സിറ്റി ആസ്ഥാനമായാണ് പ്രവർത്തനം. പോത്തിറച്ചി കയറ്റുമതിയിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് ലഭിച്ചത് $374.05 കോടി വരുമാനമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. ഇന്ത്യ പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്നത് 70-ലേറെ രാജ്യങ്ങളിലേക്കാണ്. സൗദി അറേബ്യ, റഷ്യ, UAE, അൾജീരിയ, പടിഞ്ഞാറൻ ആഫ്രിക്കൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യ വിപണികൾ. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ IPO ഒക്ടോബർ 14-ന് ആരംഭിച്ചേക്കുമെന്ന് സൂചന. 16-ാം തീയതി വരെ നിക്ഷേപകർക്ക് അപേക്ഷിക്കാനാകും. അടുത്തയാഴ്ച പകുതിയോടെ ഓഹരി വില പ്രഖ്യാപിക്കുമെന്നും സൂചന. 25,000 കോടി രൂപയുടേതാണ് ഹുണ്ടായിയുടെ മെഗാ IPO. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന് മറ്റൊരു നേട്ടം കൂടി. ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസ് റെഗുലേറ്റേഴ്സ് ഫോറത്തിന്റെ അംഗത്വം ലഭിച്ചു.
ആരോഗ്യരംഗത്തെ ഉപകരണങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് CDSCO. കൂടുതൽ സിനിമാ വാർത്തകൾ. സോഷ്യൽ മീഡിയയിൽ തരംഗമായി വിജയുടെ വിജയ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ചിത്രം നിമിഷ നേരം കൊണ്ട് ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയി മാറുകയായിരുന്നു. സെപ്റ്റംബർ 5-ന് പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് 456 കോടി രൂപയാണ്. വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദളപതി 69 എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാതെ ജോക്കർ റേറ്റിംഗിൽ കൂപ്പുകുത്തി. ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ 39% സ്വീകാര്യത മാത്രമാണ് ലഭിച്ചത്. DC ചിത്രങ്ങളിൽ റേറ്റിംഗ് ഏറ്റവും കുറഞ്ഞ ചിത്രങ്ങളുടെ പട്ടികയിൽ ജോക്കറിന് ഇടമുണ്ട്. വേട്ടയന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിക്ക് ഹർജി നൽകി മധുര സ്വദേശിയായ K. പളനിവേലു. എൻകൗണ്ടർ കൊലകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം മാത്രം ചിത്രം റിലീസ് ചെയ്യണമെന്നും അതുവരെ റിലീസ് തടയണമെന്നും ആവശ്യം. ചിത്രം ഒക്ടോബർ 10-ന് റിലീസിനെത്തും. വിജയ് ചിത്രം ദളപതി 69ന്റെ പൂജ ചടങ്ങുകൾ കഴിഞ്ഞു. ചിത്രീകരണത്തിന് ഇന്ന് തുടക്കം. പയ്യന്നൂരിൽ ബ്രഹ്മാണ്ഡ സെറ്റ് ഒരുക്കിയാണ് ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ്. വിജയും പൂജ ഹെഡ്ഗെയും ഒന്നിച്ചുള്ള ഗാനത്തിന്റെ ചിത്രീകരണമാണ് നടക്കുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തർ കളത്തിലേക്ക്. വൈകിട്ട് 5-ന് ലിവർപൂൾ ക്രിസ്റ്റൽ FC പാലസിനെ നേരിടും. ആഴ്സണൽ സതാംപ്റ്റൺ പോരാട്ടവും ഇന്ന്. T20 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 58 റൺസിന്റെ തോൽവി. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നേടിയത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 19 ഓവറിൽ 102-ന് എല്ലാവരും പുറത്തായി. റോസ്മേരിക്ക് 4 വിക്കറ്റ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. താങ്ക് യു ദിൽന. നമ്മൾ മോർണിംഗ് വൈബ്സ് വീണ്ടും തുടരുകയാണ്. MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് MT പോലീസിൽ പരാതി നൽകി. കുടുംബം വീട്ടിലില്ലാതിരുന്ന സെപ്റ്റംബർ 29, 30 തീയതികളിലാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് ഇങ്ങനെ കവർച്ച നടന്നു എന്നുള്ളത്? എന്തൊക്കെയാണ് പ്രധാനമായും നഷ്ടമായി കണക്കാക്കുന്നത്? സ്വർണം മാത്രമാണോ? എന്തോ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് MDയുടെ ഭാര്യ സരസ്വതി നടക്കാവ് പോലീസിൽ ഈ സംബന്ധിച്ച പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തത്. സെപ്റ്റംബർ 22 മുതൽ 30 വരെയുള്ള സമയത്തിനിടയിൽ മോഷണം നടന്നുവെന്ന ഒരു കണക്കൂട്ടിലാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത്. ആ ദിവസങ്ങളിൽ ഇവർ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് മോഷണം നടന്നു എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ സ്വർണവും മറ്റ് ആഭരണങ്ങളും കാണാനില്ലെന്ന് ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഈ സ്വർണം ബാങ്ക് ലോക്കറിലാണ് എന്നൊരു സംശയമാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ബാങ്ക് ലോക്കറിലെത്തി പരിശോധന നടത്തുകയപ്പോൾ ബാങ്ക് ലോക്കറിൽ സ്വർണം ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിലും നടത്തിയ വിശദമായ പരിശോധനയിൽ ആഭരണങ്ങൾ നഷ്ടമായതായി കണ്ടെത്തുകയായിരുന്നു. 3 മാല, വള, കമ്മല്, ഡയമണ്ട് കമ്മൽ തുടങ്ങിയ ഇനങ്ങളാണ് നഷ്ടപ്പെട്ടവയുടെ പട്ടികയിൽ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. ആകെ 26 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് സംഭവത്തെക്കുറിച്ച് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. 9 മണിയോടുകൂടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ MDയുടെ വീട്ടിലേക്ക് എത്തും. എന്തോ ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും MTയുടെ വീട്ടിൽ നിന്ന് സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ഒരു 26 പവൻ. അതെ, മോഷണം പോയി. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞത് എൽദോ ആന കാട് കയറിയ വാർത്ത. സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. വനംവകുപ്പിന്റെയും RRTയുടെ നേതൃത്വത്തിലുള്ള 50-അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. തടത്താവിള മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് ഇന്നലെയാണ് പുതുപ്പള്ളി സാധു ഉൾക്കാട്ടിലേക്ക് ഓടിക്കയറിയത്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ സാധുവിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ, എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ടുണ്ടോ? ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങി. ഓപ്പറേഷൻ സാധു എന്ന് പറയുന്ന ഒരു ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്.
കണ്ടെത്താനുള്ള ഒരു വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഇന്നലെയും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും രാത്രി ആയതോടെ അത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ഡ്രോൺ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. റിസർവ് ഫോറസ്റ്റിലേക്കാണ് ആന കയറിപ്പോയത്. ഈ വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയുള്ള ക്യാമറ സംവിധാനങ്ങൾ കാടിനകത്തുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ആനയെ ഏതാണ്ട് ട്രാക്ക് ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന അനൗദ്യോഗികമായ ഒരു വിവരം. കാരണം ഈ ക്യാമറകളിൽ ആന കാട് കയറുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ആനയെ വൈകാതെ തന്നെ പൂർണ്ണമായും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ആന പാപ്പാന്മാര്, അതിന്റെ ഉടമസ്ഥർ, ഇവരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലും ആനപ്പാപ്പാന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാട്ടാനയാണ് പരിശീലനം സിദ്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെയും കണ്ടെത്തുക, തിരിച്ച് കൊണ്ടുവരിക, അനുനയിപ്പിച്ച് കൊണ്ടുവരിക, അതിന് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അപ്പോഴും കാട്ടാന വ്യാപകമായി ഇറങ്ങുന്ന പ്രദേശമാണ്. നമുക്കറിയാം, നമ്മൾ തന്നെയും പലപ്പോഴും ഈ കോതമംഗലം പരിസര പ്രദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും ഈ കാട്ടാന ശല്യത്തെക്കുറിച്ച് പലപ്പോഴും തന്നെ വാർത്തകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു മേഖലയാണ്, നിബിഡമായ വനമേഖലയിലേക്കാണ് അത് കയറി പോയിക്കൊണ്ട് അവിടെയുള്ള പ്ലാന്റേഷൻ കടന്ന് ചതുപ്പ് കടന്ന് നേരെ അത് കയറുകയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്ക പരക്കെ എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. കാട്ടാനകൾ വിഹരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് എന്താണ് ഒരവസ്ഥ എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും അതിന്റെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ്, പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെയും ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്, തെലുങ്ക് ചിത്രമാണ്. വിജയ് ദേവരകൊണ്ട നായകനായ ചിത്രം, അത് അവിടെയാണ് ചിത്രീകരിക്കുന്നത്. ഏതാണ്ട് 5ഓളം നാട്ടാനകൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. 3 പിടിയാനകളെയും 2 കൊമ്പനാനകളെയുമാണ് ഇവിടെ എത്തിയത്. ഒരാഴ്ചയിലധികം ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ പാക്കപ്പ് പറഞ്ഞ ഒരു സമയത്ത് വൈകുന്നേരത്തോടുകൂടിയായ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് ആനയെ അതിലേക്ക് വാഹനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ വീണ്ടും ഈ മണികണ്ഠനും ആനയും സാധു ആനയും തമ്മിൽ വീണ്ടും കൊമ്പുകോർക്കുന്ന സംഭവങ്ങളിലേക്ക് വന്നു. ഇതിനുശേഷമാണ് പരിക്കേറ്റ സാധു കാട്ടിലേക്ക് കയറിപ്പോയത്. അതേസമയം തന്നെ ഈ മണികണ്ഠൻ ആനയും കാട്ടിലേക്ക് കയറിയെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ പുതുപ്പള്ളി സാധുവിനെ ഇവിടെ തിരിച്ചെത്തിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഊർജിതമായിട്ട് വനപാലകരും പോലീസും ഉൾപ്പെടുന്ന ഒരു സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. DFO എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ദൗത്യ സംഘം തിരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ആനയെ പൂർണ്ണമായും കണ്ടെത്താനായിട്ട്, ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താൻ വേഗത്തിൽ തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ. ഈ പ്രത്യേകിച്ചും നാട്ടാനയാകുമ്പോൾ കാട്ടിലെ സാഹചര്യമൊക്കെ പരിചയപ്പെടാനുള്ള ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ അതിവേഗത്തിൽ കണ്ടെത്തി ആരോഗ്യത്തോടെ തന്നെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധുവിന് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആനയാണ്, ഒരുപാട് പൂരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആനയാണ്. അപ്പോൾ എന്തായാലും തടത്താവളം മണികണ്ഠന്റെ കുത്തേറ്റാണ്. പരിക്ക് എത്രയുണ്ടെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഈ രണ്ടാനയും കാട്ടി കയറി, പക്ഷേ മണികണ്ഠനെ കണ്ടെത്താൻ ഇന്നലെ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വരും മണിക്കൂറിൽ നമ്മൾ അതിന്റെ അപ്ഡേഷൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമ്മളിപ്പോൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് പോവുകയാണ്. അതെ, ഇൻകാസ് യൂത്ത് വിംഗ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇൻകാസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഓണം പരിപാടിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ശ്രീകുമാർ ചേരുന്നത്. ശ്രീകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നാണോ അപ്പോൾ പരിപാടി യൂത്ത് ഓണം? അതെ, ഞങ്ങൾക്കറിയാം നാട്ടിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഓണം കഴിഞ്ഞ് അടുത്ത നവരാത്രിയിലേക്ക് കടന്നു. എന്നാൽ ഏവർക്കും അറിയാവുന്ന പോലെ പ്രവാസ ലോകത്ത് ഓണം അവസാനിക്കുന്നില്ല. ക്രിസ്മസ് കഴിയുന്നോടം വരെയും ഞങ്ങൾ ഓണം ആഘോഷിക്കും എന്നതാണ് ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇൻകാസ് യൂത്ത് വിംഗ് UAE യൂത്ത് ഓണം 2024 ഒക്ടോബർ 27 അജ്മാനിലെ ക്യൂൻ ഫാം ഹൗസിൽ വെച്ച് നടത്തുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ന്യൂസ് 8-നൊപ്പം ചേരാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കും. ഞങ്ങൾക്ക് സന്തോഷം. എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻകാസ് യൂത്ത് വിംഗ് എന്ന് പറയുന്നത് 2014 മുതൽ പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു യുവജന സംഘടനയാണ്. ഓണം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഒത്തുചേരലിന്റെ ഒരു ആഘോഷം. ഞങ്ങൾ 400ഓളം വരുന്ന ഇൻകാസ് യൂത്ത് വിംഗ് മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചത്.
ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 കരകളായി തിരിഞ്ഞു. നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഉത്സവ പ്രതീതി ഇവിടെ കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ 4 കരകളായി തിരിഞ്ഞാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സൗഹൃദ മത്സരമാണ് എങ്കിൽ പോലും ഓണക്കളികളും പൂക്കള മത്സരവും ഘോഷയാത്രയും എല്ലാമായി ഈ 4 കരക്കാരും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഓരോ കരക്കാരും അവരവരുടേതായ ഒരുക്കങ്ങളിലാണ്. അവരെ എങ്ങനെ പൂക്കളമിടണം, എങ്ങനെ ഘോഷയാത്ര നടത്തണം, മറ്റ് ഓണക്കളികൾ. വൈകുന്നേരം ഒക്ടോബർ 27 വൈകുന്നേരം ആരായിരിക്കും ആ കപ്പ് ഉയർത്തുക എന്ന ആവേശത്തോടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും. തികച്ചും ഓണം എന്ന് പറയുമ്പോൾ നാം നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രതീതി ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത്. അത് തിരിച്ചു കിട്ടാൻ ഓരോ യുവാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടിൽ നിന്നും മാറി നിന്നെങ്കിലും ഓണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇൻകാസ് യൂത്ത് വിംഗ് ഈ ഒരു ഓണാഘോഷത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീകുമാർ, ഞങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നാട്ടിലല്ല ഓണം അല്ലേ, കൂടുതലും ഓണം ആഘോഷിക്കുന്നത് നിങ്ങൾ പ്രവാസികളാണ് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോ എല്ലാ കരക്കാർക്കും അല്ലെ, 4 കരകളെന്ന് പറയുന്നത്, എല്ലാ കരക്കാർക്കും ആശംസകൾ. ഈ പ്രാക്ടീസ് സെഷൻ ഒക്കെ നടക്കുകയായിരിക്കും, ഇപ്പൊ ഗംഭീരമായിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, കിഴക്കേക്കര, പടിഞ്ഞാറേക്കര, തെക്കേക്കര, വടക്കേക്കര 4 കരക്കാരും ശക്തരാണ്. നമുക്ക് കാത്തിരിക്കാം ഏത് കരക്കാരായിരിക്കും ഇൻകാസ് യൂത്ത് വിംഗ് യൂത്തോളം 2024 കപ്പ് ഉയർത്തുന്നത്. ശ്രീകുമാർ ഏത് കരയിലാണ്? ഇല്ല, ഞാൻ പ്രോഗ്രാം കമ്മിറ്റി ആയതുകൊണ്ട് നമ്മൾ ഒരു കരക്കാരോടും ഒപ്പം നിഷ്പക്ഷമായിരിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പൊ കര എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും പ്രാദേശികമായിട്ടാണ് ഇത് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കേരളത്തിലെ 14 ജില്ലക്കാരുടെയും പ്രാതിനിധ്യം എല്ലാ കരകളിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഓണാശംസകൾ അല്ലേ? ഓണാശംസകൾ. വൈകിയാണെങ്കിൽ പോലും ശ്രീകുമാർ താങ്ക് യു ഫോർ ജോയിനിങ്. എന്നാൽ ഇൻകാസ് യൂത്ത് ഓണത്തിന് എല്ലാ ആശംസയും ന്യൂസ് 18 നൽകുകയാണ്. മറ്റൊന്ന് പാലക്കാട്. അതെ, താങ്ക് യു. പാലക്കാട് ധോണിയിലെ സെന്റ് ജെയിംസ് ഗ്രേറ്റ് ചർച്ചിലെ വികാരിയായ ഫാദർ ജിതിന്റെ ഫീസ്റ്റ് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഫാദർ ജിതിൻ, ആശംസകൾ. ഏറ്റവും മഹത്തരമായിട്ട് തന്നെ മുന്നേറാൻ കഴിയട്ടെ. ഫാദർ ജിതിന് എല്ലാ ആശംസകളും നേരുന്നു. ഇടവകക്കാർക്ക് എല്ലാവർക്കുമായി ഇടവകയിലെ വിശ്വാസിയായിട്ടുള്ള ജിൻസി തോമസ് ആണ് ഫാദറിന് ഈ ആശംസകൾ അറിയിക്കാൻ പ്രത്യേകം അറിയിച്ചത്. അപ്പോൾ ജിൻസി അറിയിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത്. അപ്പോൾ ജിൻസി തോമസിന്റെ ഡെഡിക്കേഷനാണ് ഫാദർ ജിതിൻ. ആശംസകൾ ഫാദർ ഒരിക്കൽ കൂടി. പത്തനംതിട്ട സ്വദേശി ജോബി ജേക്കബിന്റെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിനും ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. പാലക്കാട് കുണ്ടുകാട് ആലൂർ സ്വദേശികളായിട്ടുള്ള നൗഫൽ ജുമാന ദമ്പതികളുടെ മകൻ ഐദിൻ ആദമിന്റെ ജന്മദിനമാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഐദിൻ ആദം. നീല കണ്ണട വെച്ച് അല്ല ചുള്ളനായിട്ട് നിൽക്കുകയാണ്. സിയ ഫാത്തിമ, ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശികളായ ഷഹനാസ് സജീർ ദമ്പതികളുടെ മകളായ സിയ ഫാത്തിമയുടെ ജന്മദിനമായിരുന്നു. സിയ മോളെ, അപ്പോ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സിയ. ഇതുപോലെ നിങ്ങളുടെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ, വിശിഷ്ട അവസരങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 പങ്കുചേരുകയും ചെയ്യാം. വാട്സപ്പ് ചെയ്യണം 9346975748 എന്ന നമ്പറിലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് സന്തോഷം. അതെ, ശനിയാഴ്ചയാണ്, കുറെ പേരൊക്കെ നാട്ടിലായിരിക്കും. അപ്പൊ അടിപൊളി ദിവസമായിട്ട് എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടിച്ചു പൊളിക്കുക. ഒപ്പം തന്നെ ഒരുപാട് വാർത്തകളുടെ ദിനം കൂടിയാണ്. വാർത്താരംഭം 9 മണിക്ക് ആരംഭിക്കും. അതിൽ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമസ്കാരം.